അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن إلينا إيابهم ثم إن علينا حسابهم صدق الله مولانا العظيم قال النبي صلى الله عليه وسلم يدخل الجنة من أمتي 70,000 بغير حساب قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم വഅലം ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ കാരുണ്യവാനായ പടച്ചറബ്ബ് അവന്റെ കരുണ കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് ഇന്ന് വെള്ളിയാഴ്ച രാവ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതുപോലെ ഒരു വെള്ളിയാഴ്ച രാവിൽ, ഒരുപാട് നാളായി വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനെ കൂടിയിട്ട്, ഇന്ന് അൽഹംദുലില്ലാഹ് ഒരു വെള്ളിയാഴ്ച രാവിലെ നമുക്ക് എല്ലാവർക്കും അല്ലാഹുവിന്റെ മുന്നിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് കുറച്ചു നന്മകൾ പറഞ്ഞ് ദുആ ചെയ്യുവാനുള്ള ഒരു അവസരം അല്ലാഹു നൽകിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിന്റെ പ്രത്യേകത നമുക്കറിയാം. ഒരുപാട് സ്വലാത്തുകൾ പറയേണ്ട രാവ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയേണ്ട രാവ്. ആ മദീനയുമായി നാം ഒരു ബന്ധമുണ്ടാക്കിയെടുക്കേണ്ട രാവ്.
ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, നമ്മൾ സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മദീനത്ത് മസ്ജിദുൻ നബവിയുടെ ആ റൗളയ്ക്കകത്ത് കടന്നുറങ്ങുന്ന മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമ്മളെ എല്ലാവരെയും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് മലക്കുകൾ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കും. പത്തനാപുരത്തുള്ള എൻ്റെ അത്താടെ പേര് പറഞ്ഞു കൊടുക്കും, ഷാവുൽ ഹമീദ് റാവുത്തറുടെ മകൻ സിറാജ് ഇവിടെ നിന്ന് സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ കുടുംബ പേരുൾപ്പെടെ പോയി പറഞ്ഞു കൊടുക്കുന്ന. അപ്പോൾ നമ്മളുടെ കുടുംബ പേർ നല്ലൊരു മുത്തുനബിയുടെ റൗളയിൽ ചെന്ന് മലക്കുകൾ പറഞ്ഞു കൊടുക്കും, നമുക്ക് സലാം അടക്കും. അപ്പം അങ്ങനെയുള്ള വെള്ളിയാഴ്ച രാവ് ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളൊക്കെ നമുക്ക് മൗലിദ് പാരായണവും ബുറുദയും ഇങ്ങനെയുള്ള നബിയുടെ മദ്ഹുകൾ പാരായണം ചെയ്യാൻ പറ്റുന്ന ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ്. നാളെ ജുമാ അൽഹംദുലില്ലാ കുറേ നാളുകൾക്ക് ശേഷം ജുമാ നിസ്കരിക്കുവാനുള്ള അവസരം ഗവൺമെൻറ് എത്ര പേർക്ക്? അപ്പോൾ 15 പേർക്ക്. 15 പേർക്ക്. നിങ്ങൾ ചിരിക്കും, നിങ്ങൾക്ക് 15, നമുക്ക് കുഴപ്പമൊന്നുമില്ല. 40 പേരൊന്നും വേണ്ടല്ലോ. അപ്പോൾ 15 പേർക്ക് നിസ്കരിക്കാനുള്ള, അൽഹംദുലില്ലാ 15 പേർക്കെങ്കിലും നിസ്കരിക്കാനുള്ള അവസരം കിട്ടിയല്ലോ. അല്ലാഹുവിനെ സ്തുതിക്ക്, അൽഹംദുലില്ലാ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ജുമാ നിസ്കരിക്കുവാനുള്ളൊരു അവസരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അപ്പോൾ ഒരുപാട് നേരത്തെ കാലത്തെ എഴുന്നേക്കണം. വെള്ളിയാഴ്ചയാണ്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം, തഹജ്ജുദ് നിസ്കരിക്കണം, എണ്ണ തേച്ച് കുളിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജുമയ്ക്ക് വേണ്ടി ചെയ്തൊരുങ്ങേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോൾ സമയം 9:45. ഇൻഷാ അല്ലാഹ് നാളെ ഒരു ദിവസം, 2 ദിവസം അൽഹംദുലില്ലാ. നാളെ രാത്രിയും ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി ഉണ്ടാകും 2 ദിവസം. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കുവാനും കേൾക്കുവാനും ആ പഠിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാ എല്ലാവരും കുറച്ചേരം ഇരിക്കല്ലേ? എല്ലാവരും ഇരിക്കല്ലേ? ഖജാഞ്ഞ ഇതിപ്പോൾ മാറിയിരിക്കണേ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തിരിഞ്ഞൊക്കെ ഇരിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കാനും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഒരു സത്യവിശ്വാസികളുടെ ഗുണം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തന്ന ഒരു ഗുണമാണ് അള്ളാഹുവിനെ പരമേൽപ്പിക്കുക. നാം പറയാറുണ്ട് തവക്കൽതു അലല്ലാഹ്. അള്ളാഹുവിനെ നമ്മളെല്ലാവരും പരമേൽപ്പിക്കാറുണ്ട്. എൻ്റെ കാര്യങ്ങൾ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ തവക്കൽതു അലല്ലാഹ് എന്ന് അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചാണ്. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് വെറുതെയല്ല. ആ പറയുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ? ഇതൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചെയ്യണമെന്ന് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അല്ലാതെ വെറുതെ ഇങ്ങനെ തവക്കൽതു അലല്ലാഹ്, വീട് പൂട്ടി ഇറങ്ങുന്നു തവക്കൽതു അലല്ലാഹ്, വാഹനത്തിൽ കയറുന്നു തവക്കൽതു അലല്ലാഹ്, കടയിലേക്ക് പോകുന്നു തവക്കൽതു അലല്ലാഹ്, ജോലിക്ക് പോകുന്നു തവക്കൽതു അലല്ലാഹ്, പരീക്ഷയ്ക്ക് പോകുന്നു തവക്കൽതു അലല്ലാഹ്, വീട് പണി തുടങ്ങുന്നു, വീടിന് കുറ്റിയടിക്കുന്നു, എന്തു ചെയ്താലും എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ തവക്കൽതു അലല്ലാഹ് എന്ന് പറയാറുണ്ട്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പരിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ, 6000-ൽ പരം വരുന്ന പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളിലൂടെ ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളോട് പറയുകയാണ്, മനുഷ്യ നിന്റെ കാര്യങ്ങൾ, നീ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്തതിനു ശേഷം നിന്റെ കാര്യങ്ങൾ അള്ളാഹുവിനെ നീ പരമേൽപ്പിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നല്ല രണ്ടല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത് വസബ്ബിഹു ബിഹംദി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പെടന്ന് പറയുന്ന ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുന്നവനിൽ നിന്റെ കാര്യങ്ങൾ നീ പരമേൽപ്പിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പെടന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒരിക്കലും മരിക്കാത്ത പടച്ചറപ്പുണ്ടല്ലോ. ഈ ലോകം മുഴുവനും ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും തകർന്ന് തരിപ്പണമായി പോയാലും ഈ പ്രപഞ്ചത്തിൽ പടച്ചവനെ അവശേഷിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അതാരെന്നറിയുമോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ എന്റെയും നിങ്ങളുടെയും പടച്ചറപ്പുണ്ടല്ലോ. ആ പടച്ചറപ്പാണ് മരിക്കാതെ ലോകത്ത് അവശേഷിക്കുന്നത്. അതുകൊണ്ട് ആ റബ്ബിനോടാണ് നിന്റെ കാര്യങ്ങൾ നീ പരമേൽപ്പിക്കേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുകയാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അല്ലാഹു പറയുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, അല്ലാഹു അവനല്ലാതെ യാതൊരു അല്ലാഹുമല്ലാതെ മറ്റൊരു ദൈവവുമില്ല. അതിനാൽ സത്യവിശ്വാസികൾ അവന്റെ കാര്യങ്ങൾ പരമേൽപ്പിക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോടാ. മറ്റൊരു ഭാഗം നിങ്ങൾ നോക്ക്, വതവക്കൽ വതവക്കൽ അലൽ അസീസിർ റഹീം. മറ്റൊരു ഭാഗത്ത് പടച്ചറപ്പ് പറയുകയാണ്, പ്രതാപിയും കാരുണ്യമാനുമായിട്ടുള്ള പടച്ചറപ്പിന് നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്ക്. മറ്റൊരു സ്ഥാനത്ത് അല്ലാഹു പറയുകയാണ്, വമയ്യതവക്കൽ അലല്ലാഹ് ഫഇന്നല്ലാഹ അസീസുൻ ഹകീം. പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, അല്ലാഹു എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ നിങ്ങൾ പരമേൽപ്പിക്കുക. അവനെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അവനാണ് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നത്. അവനാണ് ഈ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്നത്. ആ റബ്ബിനോട് നീ പരമേൽപ്പിച്ചിട്ടേ നിനക്ക് കാര്യമുള്ളൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ വിശ്വാസികളുടെ ഗുണം പറയുകയാണ്. ഈമാനുള്ളവന്റെ അടയാളം പറയുകയാണ്. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് പടച്ചറപ്പിനെ ഭയന്നുകൊണ്ട് പടച്ചറപ്പ് പറയുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു സത്യവിശ്വാസി ഉണ്ടല്ലോ. ആ സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ അല്ലാഹു എണ്ണിപ്പെണ്ണി പറയുകയാ. താടിയുള്ളവനും തലപ്പാവുള്ളവനും ജുബ്ബയിട്ടവനും ഹജ്ജ് ചെയ്തവനും ഉംറ ചെയ്തവനും നിസ്കരിക്കുന്നവനും ദിക്റ് പറയുന്നവനുമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ അടയാളം പറയുകയാണ്. ആരാണ് ഒരു യഥാർത്ഥ വിശ്വാസി? ആരാണ് ഒരു യഥാർത്ഥ വിശ്വാസി? അവന്റെ അടയാളം പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ എണ്ണി പറഞ്ഞ ഒരു ഗുണം എന്തെന്നറിയുമോ? ഒരു സത്യവിശ്വാസിയുടെ അടയാളം അല്ലാഹു പറയുകയാ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? അവനൊരു യഥാർത്ഥ വിശ്വാസിയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ എനിക്കും നിങ്ങൾക്കും പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവനും ചെയ്തതിനു ശേഷം അല്ലാഹുവേ ഇത് നിന്നെ ഏൽപ്പിക്കുകയാണ്, നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്, ഖൈറിലാക്കണേ അല്ലാ. വീട് വെക്കാൻ തുടങ്ങുകയാണ്. പടച്ചവനെ, എന്റെ കയ്യിലൊന്നുമില്ല തമ്പുരാനെ, എന്റെ കയ്യിലാകെ ഉള്ളത് വെച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഇനി എല്ലാം നിന്റെ കയ്യിലാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പടച്ചവനെ, ഒരു പുതിയ കച്ചവടം തുടങ്ങുകയാണ്. നഷ്ടമാണോ ലാഭമാണോ എനിക്കറിയില്ല അല്ലാ. രക്ഷപ്പെടുത്തണേ അല്ലാ. തവക്കൽതു അലല്ലാഹ്. പടച്ചവനെ, വാഹനമെടുക്കുകയാ, അപ്പോഴും പറയുന്നു തവക്കൽതു അലല്ലാഹ്. യാത്ര പോകുകയാണ്, തവക്കൽതു അലല്ലാഹ്. വണ്ടിയിൽ കയറുകയാണ്, തവക്കൽതു അലല്ലാഹ്. റോഡിലേക്ക് ഇറങ്ങുകയാണ്, വണ്ടികൾ ഓടുന്ന സ്ഥലമാ, തവക്കൽതു അലല്ലാഹ്. ഏത് കാര്യം ചെയ്യുന്ന സമയത്തും അല്ലാഹുവിനെ
പരമേൽപ്പിക്കുന്ന മുസ്ലിമേ, നേട്ടം നിനക്കാ, ലാഭം നിനക്കാ. നിനക്കല്ല തരുന്ന പ്രതിഫലമെന്തെന്നറിയുമോ? ഒരു തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനെ പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമെന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി പറയുകയാണ്, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഖുർആനാ പറയുന്നത്. അല്ലാഹ് പറയുകയാണ്, പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബ് പറയുകയാ, ആരാണോ എന്നെ പരമേൽപ്പിക്കുന്നത്, ആരാണോ തവക്കൽ ഏൽപ്പിക്കുന്നത്, അവൻ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ മനുഷ്യന് അല്ലാഹു അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ആരാ നമുക്ക് വേണ്ടത്? നമ്മളെക്കാളും വലിയ ഭാഗ്യവാനാരാ? നമ്മളെക്കാളും വലിയ ഭാഗ്യവാനാരാ? അല്ലാഹുവേ, നമ്മളെ സ്നേഹിക്കുന്നത് ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബാ. ആ നേട്ടം കിട്ടാൻ പള്ളി കെട്ടിക്കൊടുക്കുന്നതിന്റെ പ്രതിഫലമല്ല, 5 നേരം നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല, സമ്പാദിച്ച പണം പാവങ്ങൾ കൊടുക്കുന്നവന്റെ പ്രതിഫലമല്ല, സ്വലാത്തുകളും ദിക്റുകളും പറയുന്നവന്റെ പ്രതിഫലമല്ല, തഹജ്ജുദ് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല, സുന്നത്ത് നോമ്പ് പിടിക്കുന്നവന്റെ പ്രതിഫലമല്ല. തന്റെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളും അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. അങ്ങനെ പരമേൽപ്പിക്കണമെങ്കിൽ എല്ലാവർക്കും കഴിയൂല. അങ്ങനെ കഴിയണമെങ്കിൽ അവൻ അല്ലാഹുമായിട്ടൊരു ബന്ധമുണ്ടാകണം. പടച്ച റബ്ബ് ആരാണെന്ന് അവൻ അറിയണം. പടച്ച റബ്ബ് ആരാണെന്ന് അവൻ പഠിക്കണം. അല്ലാഹുവിനെ കുറിച്ച് അവൻ മനസ്സിലാക്കണം. അല്ലാഹുവിന് ഒരു വിശ്വാസമുണ്ടാകണം. അങ്ങനെ ഒരു സ്നേഹം വരുമ്പോ എല്ലാവരും പറയുമല്ലോ, ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാൽ മറ്റുള്ള ഒരാളോട് ഷെയർ ചെയ്താ സമാധാനം കിട്ടുമെന്ന് പറയുമല്ലോ. എങ്കിലും പറയേണ്ടതാരോടാ? പരിഹരിക്കാൻ കഴിവുള്ള, എത്ര വലിയ വിഷയവും പരിഹരിക്കാൻ കഴിവുള്ള പടച്ച റബ്ബിനോടാ. അതുകൊണ്ട് ഖുർആൻ പറയുകയാണ്, റബ്ബിനെ പരമേൽപ്പിച്ചാൽ, അല്ലാഹുവിനോട് എല്ലാ കാര്യങ്ങളും, തന്റെ ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ പരമേൽപ്പിച്ചാൽ ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു അവനെ ഇഷ്ടപ്പെടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എന്ത് പറഞ്ഞാലാ? ഇപ്പോഴും മോളിലല്ലേ? തവക്കൽത്ത് വലല്ല, വെറും നാവി മാത്രമേ ഉള്ളൂ തവക്കൽത്ത് വലല്ല. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച വരെ എത്ര തവക്കൽത്ത് വലല്ല പറഞ്ഞു? പറയാങ്ങാതിമാരെ, നിങ്ങൾ എത്ര തവക്കൽത്ത് വലല്ല പറഞ്ഞു? അതാ ഞാൻ പറഞ്ഞത്. എടാ, നിന്റെ മനസ്സിലുള്ളത് എന്നോട് പറയടാ. ഫോണിൽ വിളിച്ചിട്ട് പെണ്ണിനോട് പറയാ, നീ എന്തിനാ ടെൻഷൻ ആകുന്നത്? പറയടി, നിന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഞാൻ നിന്റെ ഫ്രണ്ടല്ലേ, എന്നോട് പറഞ്ഞതാ. അപ്പം നിനക്ക് പരിഹാരമാവും. നിന്റെ മനസ്സിലുള്ള ഭാരം ഇറങ്ങും. ആര്? വല്ലവന്റെ പെണ്ണുമ്പിള്ളയെടുത്ത് പറയാ, വല്ലവന്റെ ഭാര്യ എടുത്ത് പറയാ. പടച്ചോനെ, ഇന്ന് ഫ്രണ്ട്സുകൾ പറയാതിരിക്കല. ഇന്ന് ഫ്രണ്ട്സുകളുടെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. സ്കൂളിൽ പഠിച്ച കാക്കാമാരൊക്കെ ഇപ്പം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ച 8ാം 10ാം ക്ലാസ്സിൽ പഠിച്ചവരൊക്കെ ഇന്ന് സ്കൂളിലെ പഴയ 10ാം ക്ലാസ്സുകാരൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിലുള്ള കാക്ക അഡ്മിന് 4 മക്കളുണ്ട്. ഒന്നാമതിനെ കെട്ടിച്ച്. നിങ്ങൾ ചിന്തിക്കണം, ഇപ്പോഴാ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയേ, അതിനകത്തൊക്കെ നടക്കുന്ന ചർച്ച കാണണം. പടച്ചോനെ, എന്താണെന്നറിയോ? ഒന്ന് കയറി നോക്കണം. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും, നാണമില്ലാതായി പോകും. പടച്ചോനെ, പഴയകാല കൂട്ടുകാരൊക്കെ ഇന്ന് കയറി ഇരുന്നിട്ട് എപ്പോഴാ പറയുന്ന നമ്പർ പൊക്കിയിട്ട് പറയും, ആമിന നിന്റെ നമ്പർ ഇതായിരുന്നു ഓടി. അല്ലാ പടച്ചോനെ, പണ്ടിൽ ലവ് ലെറ്റർ കൊടുത്തവനാ. ഇന്നത്തെ കാലമല്ലല്ലോ പണ്ട്. അന്ന് പ്രേമിക്കാൻ പറ്റിയില്ല. ഇന്ന് 4 മക്കളായി കെട്ടിച്ചു കഴിഞ്ഞപ്പോ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്തിട്ട് പറയുക, എന്താ ആമിന മച്ച എങ്ങനെയുണ്ട്? നീ ആഗ്രഹിച്ചൊരു ജീവിതമാണോ കിട്ടിയത്? ബുദ്ധിമുട്ടാണോ? ആമിനത്തെ പഴയ കഥയൊക്കെ വിടാ, നമ്മളൊക്കെ അടിച്ചു പൊളിച്ച് നടന്നൊരു കാലം വിടാ. പടച്ചോനെ, ഇതൊക്കെ പോയല്ലോ.
വായും തുറന്നൊന്നും ഇരിക്കേണ്ട, ഗ്രൂപ്പിനകത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവരും എന്നെ നോക്കുക, നിങ്ങളൊക്കെ മലക്കുകൾ, ഞാൻ മാത്രം മനുഷ്യൻ ഇല്ലേപ്പാ. പ്രശ്നെ ഞാൻ കള്ളം പറഞ്ഞല്ല, ഞാനും ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചവർ ഞാനും എന്നത്തും ഉണ്ടാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ പലതും പറയാൻ പറ്റൂലല്ലോ, നമുക്ക് എന്നെ അത്ഭുതമാണ്. എന്താപ്പാ എല്ലാവരും ഉണ്ട്. സ്വന്തം പെണ്ണുമ്പിള്ളയുടെ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് കൊടുക്കണം, ഇതാടാ എൻ്റെ പെണ്ണുമ്പിള്ള, ആർക്കാ കാണിച്ചു കൊടുക്കും? 260 പേരുള്ള ഗ്രൂപ്പിനകത്തോട്ടിട്ട് എൻ്റെ പെണ്ണുമ്പിള്ളയെ കാണിച്ചു കൊടുക്കുക. അല്ലാഹു അഅലം. പടച്ചോൻ നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് പറയാ, നിന്റെ മനസ്സിലുള്ളത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സമാധാനം കിട്ടും. ഓളോട് പറഞ്ഞിട്ട് എന്താ, നിനക്ക് അങ്ങനെ തന്നെ വേണമടി. പണ്ട് ഞാൻ ലൗലറ്ററുമായിട്ട് പറയും വന്നപ്പോൾ എന്തൊരു അഹങ്കാരമായിരുന്നു. എൻ്റെ വീട്ടിൽ വന്ന് ആലോചിച്ചപ്പോൾ നിന്റെ അത്ത ഗൾഫുകാരനെ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ, നിനക്ക് അങ്ങനെ വേണം. അപ്പം സന്തോഷിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും പറയേണ്ടത് ആരോട്? അള്ളാഹിനോട് പറഞ്ഞു നോക്ക്. എന്താണ് ചിരിക്കുന്നത്? മെമ്പറൊക്കെ ഒരുപാട്, നിങ്ങൾക്ക് പിന്നെ ഗ്രൂപ്പ് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സമയമില്ലല്ലോ അപ്പം അതിനകത്ത് കയറാനല്ലേ. ഗ്രൂപ്പോടെ ഗ്രൂപ്പാ, നിലം തൊടാൻ സമയമില്ല. ഇപ്പൊ വിചാരിക്കുന്നുണ്ടാകും വീട്ടിൽ വല്ല അടങ്ങിയിരുന്നാൽ മതിയായിരുന്നു, മെമ്പർ ആകണ്ടായിരുന്നെന്ന്. കാരണം സമാധാനം ഇല്ലാത്ത ഓട്ടമാണ്. ഉളുഹിയ മൃഗത്തെ വാങ്ങാൻ പോലും സമയമില്ല ഇപ്പം അല്ലേ. അള്ളാഹുവൊക്കെ ഈ ഓട്ടം നാളെ ആഖിറത്തിൽ കടന്ന് രക്ഷപ്പെടാനുള്ളൊരു കാരണമാക്കട്ടെ പടച്ചോൻ. അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ അള്ളാഹിനെ ഏൽപ്പിച്ച ഒന്ന്, അള്ളാഹ് നിന്നെ സ്നേഹിക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 2 ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു, വമയ്യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് രണ്ടാമതായി പറയുകയാണ്, എല്ലാ കാര്യത്തിനും അല്ലാഹു മതിയാകുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ടെൻഷനില്ല, പ്രയാസമില്ല. പടച്ചവനെ, അംബാനിയുടെ വാപ്പയാണല്ലോ, അവനെക്കാളും വലിയ ആളല്ലേ റബ്ബ്. എന്തിനാ ഞാൻ പ്രയാസപ്പെടുന്നത്? ഏത് കാര്യത്തിനും അല്ലാഹു മതിയാവുകയാണ്. മനസ്സിലൊരു സംതൃപ്തിയാണ്, ഒരു പേടിയുമില്ല, ഒരു ടെൻഷനുമില്ല, ഒരു വിഷയത്തിലും അവന് യാതൊരു ഭയവുമില്ല. അവന് പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവന് കൊടുക്കുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അവന് പടച്ച റബ്ബ് മതിയാവുകയാ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? വിശദീകരിക്കുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാ. മൂന്നാമതായിട്ട് അവന് കിട്ടുന്ന ഭാഗ്യമെന്താ? പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അല്ലാഹു കൊടുക്കുകയാ. നീ ഇബ്ലീസിനെ പേടിക്കണ്ട, പിശാചിനെ നീ ഭയപ്പെടണ്ട. നീയും നിന്റെ കുടുംബവും എന്തിനാടാ ഇബ്ലീസിനെ ഭയപ്പെടുന്നത്? അല്ലാഹു തന്നെ ഇബ്ലീസിനോട് പറഞ്ഞില്ലേ? അല്ലാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞു, അല്ലാ, ഈ ആദം കാരണമാണ് എന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ട് ആദമിന്റെ സർവ്വ മക്കളെയും ഞാൻ പിഴപ്പിക്കും തമ്പുരാനെ. എല്ലാവരും നിന്നോട് നന്ദികേട് കാണിക്കുന്നവരാക്കും. എങ്ങനെയും ഞാൻ അവരെ പിഴപ്പിക്കും, എങ്ങനെയും ഞാൻ അവരെ ചതിക്കും. ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, എടാ ശപിക്കപ്പെട്ടവനെ, എല്ലാവരെയും പിഴപ്പിക്കാൻ നിനക്ക് പറ്റൂല. എനിക്ക് ചില വിശിഷ്ട അതിഥികളുണ്ട്, എനിക്ക് ചില പ്രത്യേകമായിട്ടുള്ള ആൾക്കാരുണ്ട്. നീ അവരുടെ മുന്നിൽ തോക്കുമടാ, നീ അവരുടെ മുന്നിൽ പരാജയപ്പെടുമടാ. അവരാരെന്നറിയോ? അല്ലാഹു VIP ആയിട്ട് എടുത്തു പറഞ്ഞ വിഭാഗമാരാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, പടച്ച റബ്ബിൽ പരമേൽപ്പിക്കുന്ന മനുഷ്യ, നീ ഇബ്ലീസിനെ ഭയപ്പെടണ്ട, അവൻ നിന്നെ ഭയപ്പെടും മോനെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നടന്നു വരുന്ന വഴിയിലൂടെ പോലും സാക്ഷാൽ ഇബ്ലീസ് വരില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് പേടിയാ. ഉമറിനെ ഭയപ്പെട്ടത് ഇബ്ലീസായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് പറയുന്നവന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, പിശാചിന്റെ ഉപദ്രവം നിനക്ക് ഏൽക്കൂല, നീ ഭയപ്പെടണ്ട. അവന്റെ
നിന്റെ ഒരു പരിപാടിയും നടക്കൂല, നീ രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നാലാമത്തെ കാര്യമെന്താ? ലൗ അന്നകും കുന്തും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലറസഖതും കമാ തുർസഖു തയ്യിർ തഖുദു ഖിമാസാ വതർഹു ബിതാനാ. നീ എന്തിനാ ഭയപ്പെടുന്നത്? അല്ലാഹു പറയുന്ന നാലാമത്തെ പ്രതിഫലം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മോനെ പേടിക്കണ്ടടാ, നിനക്കുള്ള ഉപജീവനം ഞാൻ തരാം. നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ കുടുംബത്തെ കുറിച്ച് നീ എന്തിനാ ഭയപ്പെടുന്നത്? ഉസ്താദേ, കൊറോണ വന്നു, ഗൾഫിൽ കച്ചവടമില്ല, പോകാൻ പറ്റുന്നില്ല, വരാൻ പറ്റുന്നില്ല, കട തുറക്കാൻ പറ്റുന്നില്ല, കട തുറന്നാലും കച്ചവടമില്ല, ജനങ്ങളെ കടയിലേക്ക് വരുന്നില്ല, സാമ്പത്തികമായ ഞെരുക്കമാ. ആർക്കാ മോനെ പേടി? ഈ പേടിയുള്ളത് അള്ളാനെ പരമേൽപ്പിക്കാത്തവനാണ്. പടച്ച റബ്ബിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചവൻ എന്തു പേടിയാ? അവന്റെ ഉപജീവനം അല്ലാഹു അവന് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, തവക്കൽത്തു അലല്ലാഹ് പറയുന്നവന് കൊറോണ വന്നാൽ എന്ത്, ഓക്കി വന്നാൽ എന്ത്, വെള്ളപ്പൊക്കം ഉണ്ടായാൽ എന്ത്, ഒന്നുമില്ല. ഗൾഫിൽ പൈസ ഉണ്ടെങ്കിൽ എന്ത്, ഗൾഫിൽ പൈസ ഇല്ല ചേട്ടാ? എടാ, എത്രയോ പേര് ഈ സമയത്തും അടിപൊളിയായിട്ട് കച്ചവടം ചെയ്ത് ജീവിക്കണില്ല. കാഞ്ഞിരപ്പള്ളി കൂടെ പോയപ്പോൾ ഷാജിയൊക്കെ പറഞ്ഞ കട മുട്ടക്കടയിൽ ഒരു വണ്ടി മുട്ടയാ വരുന്നത്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരായാലും എന്താ നിങ്ങൾ പറയുന്ന ഫ്രൂട്ട്സ് കടക്കാരൊക്കെ ഇരിക്കുന്ന ബേക്കറിക്കാരൊക്കെ ബുദ്ധിമുട്ട്, ഈ പായിപ്പാട് ഇറങ്ങി ചോദിക്കുക, ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്കാ ബുദ്ധിമുട്ടില്ലാത്ത എത്രയോ പേരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പറയുകയാ, ഇപ്പൊ കടലിൽ പോയി മീൻ പിടിക്കാൻ പറ്റൂല എന്നാ പറയണേ. എന്നാലും രാവിലെ പറവ പോയിട്ട് വയറ് നിറച്ച് തിന്നിട്ട് മക്കൾക്കുള്ളതും കൊണ്ട് തിരിച്ചു വരുന്നില്ലേ? വീടുകളിന്റെ മുറ്റത്ത് വരുന്ന കാക്കയെ നമ്മൾ ആട്ടി ഓടിക്കും, കൊടുക്കൂല, കൊത്തിക്കൊണ്ടു പോകും, ഓടുക ഇല്ലേ? എന്നാൽ കടലിങ്ങനെ തിരമാലകൾ വരുന്നു, കടൽക്കരയിൽ പോയി നിന്ന അങ്ങോട്ട് പറക്കുന്നതാണ്. ഇവിടെ അറബിക്കടലിനക്കരെ, കടലിനക്കരെ അറബി നാടെന്നല്ലേ പറയുന്നത്. എന്താ അറബി നാട്ടിലേക്ക് പോകുന്നതാ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറവകളൊക്കെ അങ്ങോട്ട് പറക്കുന്നല്ലോ. എന്നാലോചിക്കുക, ഇത് എങ്ങോട്ട് പോകുന്ന? നേരെ ഗൾഫിൽ പോണെയാണോ? പറമനുഷ്യന്മാരെ, കടലിനക്കളെ ഗൾഫ് എന്നല്ലേ പറയണേ. പണ്ടാരോ പറഞ്ഞതുപോലെ ഒരു പുഴയ്ക്കപ്പുറത്താ ഗൾഫ് എന്ന്. ശരി തന്നെ, പുഴയ്ക്ക് തന്നെ കടലിനക്കരെയാ ഗൾഫ് എന്ന് പറഞ്ഞാൽ ഈ കിളികൾ അങ്ങോട്ട് പറക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എവിടെ പോകണമെന്ന്. അത് പോയിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ മക്കൾക്കുള്ളതുമായിട്ട് തിരിച്ചു വരിക എല്ലാ ദിവസവും. അല്ലാഹു കൊടുക്കണില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പറയുകയാ, അവന്റെ ഉപജീവനം ഞാൻ കൊടുക്കും, പേടിക്കണ്ട. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 5 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇൻ യഖ്ദുലുകും ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദി വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അഞ്ചാമത്തെ കാര്യമെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സഹായം അവന് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. തവക്കൽതു അലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന നേട്ടമാണ്, അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അറിയാത്ത വഴികളിലൂടെ അല്ലാഹു അവനെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയ 313 സ്വഹാബത്തിന്റെ ചരിത്രമറിയാ. ഒലിഞ്ഞ വാള്, അല്ലാഹുവേ, പൊട്ടിയ പരിച, ഒട്ടിയ വയറ്, കീറിപ്പറഞ്ഞ വസ്ത്രം, അല്ലാഹുവേ, 313 സ്വഹാബത്ത് ആയിരക്കണക്കിന് വരുന്ന സർവ്വ ആയുധങ്ങളുമായി കടന്നു വരുന്ന ശത്രുക്കളുടെ നടുവിലേക്ക് കടന്നുപോയത് എന്ത് പറഞ്ഞിട്ടാ? തവക്കൽതു അലല്ലാഹ്,
ഏൽപ്പിച്ചിട്ട് അവരിറങ്ങിപ്പോയപ്പോ അല്ലാഹു അവരെ സഹായിച്ചത് മലക്കുകളെ ഇറക്കിയിട്ടാ. അവിടെ നിന്ന് മലക്കുകളെ ഇറക്കിയിട്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ വെള്ളിയാഴ്ചയല്ലേ, സൂറത്തുൽ കഹ്ഫിന്റെ മഗ്രിബ് കഴിഞ്ഞത് മുതൽ ഓതണമല്ലോ. അതിനകത്ത് പറയുന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അല്ലാഹു സഹായിച്ചത് എങ്ങനാ? വർഷങ്ങളോളം അവരെ കിടത്തി ഉറക്കിയില്ലേ. അസ്ഹാബുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിയ കിട്ടുന്ന പ്രതിഫലം എന്താ? ആരെങ്കിലും ഒരു മനുഷ്യൻ അസ്ഹാബുൽ കഹ്ഫ് പാരായണം ചെയ്താൽ, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ ഒരാഴ്ച അവന്റെ കാര്യം രക്ഷപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാഴ്ച പിന്നെ അവന്റെ കാര്യം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി മൂന്ന് സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ കാര്യം നോ പ്രോബ്ലം. അടുത്ത വെള്ളിയാഴ്ച വരെ നോക്കണ്ട എന്ന് പോയിരുന്നു നോക്കിക്കോണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആ അസ്ഹാബുൽ കഹ്ഫ്, എന്റെ പ്രിയപ്പെട്ടവരെ, ആ 7 ചെറുപ്പക്കാരെ കുറിച്ച്, ഇതൊന്നും കെട്ടുകഥയല്ലല്ലോ, ഖുർആനുണ്ടല്ലോ. ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എടുത്തു നോക്ക്. പടച്ചവനെ, ഈ 7 ചെറുപ്പക്കാർ വർഷങ്ങളോളം ഒരു ഗുഹയ്ക്കകത്ത് പോയി കാണണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എവിടെ പോകണമെന്ന്? എവിടെ പോണമെന്ന്? ജോർദാനിൽ പോകണം. അത് കാണണമെങ്കിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അസ്ഹാബുൽ കഹ്ഫിൽ എന്ന ആ ഒരു ഗുഹ കാണണം. പടച്ചവനെ, ഇതിനകത്ത് അവർ കടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. അവരതിനകത്ത് വർഷങ്ങളോളം കിടത്തി ഉറക്കിയ അല്ലാഹ്, ഇതൊക്കെ ചരിത്രമല്ലേ. കിടത്തി ഉറക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു അവർക്ക് ജീവൻ തിരിച്ചു കൊടുത്ത കഥകളൊക്കെ നമുക്ക് തിരിച്ചറിയാം. വർഷങ്ങളോളം അല്ലാഹു അവരെ സഹായിച്ചു. അവർക്ക് കാവല് കിടന്ന നായി പോലും സ്വർഗത്തിലാണ്. ഇവരിങ്ങനെ പോകുമ്പോ ചരിത്രം പറയുന്നു, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചരിത്രം. ഇവരിങ്ങനെ പോകുമ്പോ ഇവരുടെ പുറകെ ഒരു നായി ഓടി വന്നു. ഒരു നായി ഇങ്ങനെ ഓടി വരുമ്പോ ഒരു കല്ലെടുത്തെറിയ, പായ്ച്ചു കളയ. കുറെ എറിഞ്ഞിട്ട് ഇത് പോണില്ല. അവസാനം അത് ചോദിക്കും, നിങ്ങൾ എന്തിനാ എന്നെ ഓടിക്കണേ? നായി സംസാരിച്ചു. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? നമുക്ക് നായി സംസാരിക്കും ഉസ്താദ്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു ആട് ഒരു പട്ടാണ്. കഴിഞ്ഞ ആഴ്ച ഒരു നായി സംസാരിച്ച കഥ പറഞ്ഞില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അസ്ഹാബുൽ കഹ്ഫിനോട് ആ നായി ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ ഓടിക്കണ? എന്തിനാ? ഞാനും അല്ലാഹു വിശ്വസിക്കുന്ന ആളാ. ആ നായി നാളെ സ്വർഗത്തിൽ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സഹായിക്കും. അത് മനസ്സിലാക്കേണ്ടത്. ആ തവക്കൽതു അലല്ലാഹ്, അല്ലാഹനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവരെ സഹായിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അദൃശ്യമായ കാര്യങ്ങളിലൂടെ, നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത മാർഗത്തിലൂടെ. ഇപ്പൊ നമ്മൾ തന്നെ പല പല കാര്യങ്ങൾ എടുത്തു നോക്കിക്കുക. നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ എടുത്തു നോക്കി. അല്ലാഹു ഒരു വഴി തന്നിട്ടില്ലേ? അല്ലാഹു ചില സമയങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു നമ്മളെ സഹായിച്ചിട്ടില്ലേ? എത്രയോ പേര് അവരവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. 5-ാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെ പറയുകയാണ്, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ആര് കൈവിട്ടാലും അല്ലാഹ് നിന്നെ കൈവിടൂല. ആര് കൈവിട്ടാലും പടച്ച റബ്ബ് നിന്നെ കൈവിടൂല. അല്ലാഹു നിന്നെ സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ ഓർമ്മയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. ആ ഓർമ്മയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, 5 പഠിച്ചു. 6-ാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഖുൽ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹു പറയുകയാണ്,
അല്ലാഹു പറയുകയാണ്, ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ബാധിക്കുകയില്ല. അവനാണ് ഞങ്ങളുടെ യജമാനൻ. അല്ലാഹുവിനാണ് സത്യവിശ്വാസികൾ പരമേൽപ്പിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ആറാമത്തെ കാര്യം പഠിച്ചോ. രണ്ടെണ്ണം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടങ്ങ് പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവർ എല്ലാവരും വ്യക്തമായി പഠിക്കണം. ഇത് പറയുന്നത് മറന്നു പോകരുത്. ഈ പറയുന്നവര് മുസ്ലിമും മറക്കരുത്. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന ആറാമത്തെ പ്രതിഫലം, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തി അല്ലാഹ് അവർക്ക് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അവർക്ക് യാതൊരു പേടിയുമില്ല, അവർക്ക് യാതൊരു പ്രയാസവുമില്ല. എന്തു വന്നാലും അവര് പറയും, ഇതെന്റെ റബ്ബ് തീരുമാനിച്ചതാ. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നപ്പോഴേ അല്ല തീരുമാനിച്ചതാണിത്. എന്തിനാ ഞാൻ ഭയപ്പെടുന്നത്? എന്തിനാ ഞാൻ പേടിക്കുന്നത്? ഇതെന്റെ റബ്ബിന്റെ തീരുമാനമല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി റബ്ബ് അവന്റെ ഹൃദയത്തിന് കൊടുക്കുകയാണ്. ഇന്നത്തെ യുവതലമുറ പഠിക്കേണ്ടതാണ്. ഇന്നത്തെ യുവതലമുറകൾ പഠിക്കേണ്ടതാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലല്ലോ. ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ. പടച്ചവനെ, ഒന്ന് പറഞ്ഞ് രണ്ടു പറഞ്ഞ് വഴക്ക് കൂടി ഭാര്യയും ഭർത്താവും തമ്മിലടിച്ചിട്ട് അവസാനം പടച്ചവനെ ഒരു കയറ് കഷ്ടത്തിന്റെ അകത്ത് തന്റെ കഴുത്ത് മുറിച്ച് അവിടെ നിന്ന് തൂങ്ങി മരിക്കുന്ന കാലമല്ലേ, നരമ്പ് മുറിക്കുന്ന കാലമല്ലേ. പടച്ചവനെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, അതാ മനുഷ്യനുണ്ടല്ലോ, മനുഷ്യനെ പതിച്ചു പോയാൽ പൽഹും അളല്, പൽഹും അളല്, നാൽക്കാലികളെക്കാലം അത് പതിച്ചു പോകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെയും മനുഷ്യനെ കുറിച്ച് പറയുമ്പോ നമുക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അല്ല പറഞ്ഞു നാൽക്കാലികളെക്കാലം അത് പതിച്ചു പോകുമെന്ന് പറയുമ്പോ പടച്ചവനെ ഇന്ന് കേരളക്കര കണ്ടുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, അതാ വിവാഹം കഴിച്ച പെണ്ണിനെ വീടിന്റെ അകത്ത് വെച്ച് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലുന്ന മനുഷ്യൻ. എന്റെ പ്രിയപ്പെട്ടവളെ അല്ലാഹുവേ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് ആസ്വദിച്ച് മതിയായപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പാമ്പിനെ കൊണ്ടുവന്ന് കടിച്ചു കൊന്ന കഥ കായ്ച്ചവരാ. പടച്ചവനെ, 2 ദിവസം മുമ്പല്ലേ ആരായാലും ഒരു അച്ഛനും അമ്മയും ഉള്ള മകളല്ലേ. അല്ലാഹുവേ, ഒരു കഷ്ടമ കൈറിന്റെ അകത്ത് തന്റെ ജീവിതം അവസാനിച്ചപ്പോ എന്തൊക്കെ മോഹങ്ങളായിരുന്നു, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. എന്റെ വീടിന്റെ പരിസരത്താണ് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ വീട്. അല്ലാഹുവേ, എത്ര പറഞ്ഞാലും പണത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞ മനുഷ്യന് കിട്ടുന്തോടും കൂടുതൽ കൂടാ. അല്ലാഹുവേ, പണം കൂടുന്നതിനനുസരിച്ച് ആർത്തി കൂടുകയാണ്. അല്ലാഹുവേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇഷ്ടം പോലെ കൊടുത്തിട്ടും ഒരുപാട് സമ്പാദ്യം ഉണ്ടായിട്ടും പണത്തിന്റെ പേരില് പടച്ചവനെ മനുഷ്യനെ കൊല്ലാൻ തയ്യാറാകുന്ന നാൽക്കാലികളെക്കാലം അതപ്പതിച്ച മനുഷ്യന്മാരുടെ കാലമാ. പടച്ചവനെ, പിഞ്ചു കുഞ്ഞുങ്ങൾ അവരെ പീഡിപ്പിക്കുകയാണ്. സ്വന്തം മക്കളെ വിറ്റ് ജീവിക്കുന്ന അച്ഛന്മാരുണ്ട്. പടച്ചവനെ, പഠിക്കാൻ വരുന്ന പാവപ്പെട്ട കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കുന്നവന്മാരുണ്ട്. സ്വന്തം മകളുടെ പ്രായമല്ലേ ഉള്ളൂ, ആ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ, ആ പിഞ്ചു കുഞ്ഞുങ്ങളോട് മോശമായി പെരുമാറാൻ എല്ലാ പാവപ്പെട്ട ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് ഗുഹ്യഭാഗങ്ങളിൽ കമ്പികൾ കുത്തിയിറക്കുന്ന ക്രൂരന്മാരായ മനുഷ്യന്മാരുണ്ടല്ലോ. ഇതൊക്കെ പണ്ട് ഫിർഔനിന്റെ കാലത്ത് അല്ലാഹുവേ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ ചരിത്രം വായിക്കുമ്പോൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന്
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാൽക്കാലികളെക്കാലം മതപ്പതിക്കുന്ന മനുഷ്യന്മാർ വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ? ചിന്തിച്ചു നോക്കിക്കപ്പ, പണം കിട്ടാത്തതിന്റെ പേരിലല്ലേ പാമ്പിനെ കൊണ്ടുവന്ന് ഒന്ന് കടിച്ചു, തീർന്നില്ല, രണ്ടാമതും കടിപ്പിച്ചു വന്നത് ഇവിടെ അടുത്തവിടെ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണില്ലേ? എന്റെ വീടിനടുത്ത കൈതോട്, ഇപ്പൊ താമസിക്കുന്നതിനടുത്ത് ഒരു 10 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. ഡോക്ടറിനെ പഠിച്ചുകൊണ്ടിരുന്ന പെങ്കൊച്ച എന്തേ 101 പവനും ഏക്കർ കണക്കിന് അരച്ചയ്ക്ക് വിലയുവായതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല. നാലേക്ക് നഷ്ടമാർക്ക. ഓന്റെ കൈ പൈസ ഇല്ലാഞ്ഞിട്ട് ഓൻ എന്താ ജോലി? റോഡിൽ നിന്നാ മതി, കാശ് വരും. അത്രയും വലിയ കാറിന് വില കുറഞ്ഞു പോയ നരച്ചയ്ക്ക്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്കിക്കേ. അള്ളാന്റെ ഖുർആന്റെ പണവോ ഒന്നുമല്ല. അല്ല പറഞ്ഞെന്തറിയോ, ഒരു സാലിഹത്തായ പെണ്ണ് ലോകത്തിലെ ഏറ്റവും വലിയ നിധിയാണെന്നാണ് ആ പെണ്ണിനെ കുറിച്ച് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്. അള്ളാന്റെ ദീൻ പഠിപ്പിക്കുന്നത് ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞത്, ഒരു സാലിഹത്തായ പെണ്ണ് ഏറ്റവും വലിയ നിധിയാ, അവളെ സൂക്ഷിച്ചു കൊണ്ടുപോകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ ഈ സ്ത്രീധനം ചോദിച്ചു വരുന്നവനൊക്കെ കെട്ടിച്ചു കൊടുക്കാൻ പോണ? എന്തിനാ? ഓനെ തല്ലണം. അവനാണെങ്കിലും എനിക്ക് വേണം 50 പവൻ വേണം, 60 പവൻ വേണം, 101 പവൻ വേണം, കാറ് വേണം. എന്നാ ഒലക്കുണ്ടായിട്ട് ഇവൻ ചോദിക്കണേ? ഇങ്ങനെ ഉള്ളവനെ മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരള സർക്കാർ ഒരു പുതിയ 2 ദിവസമായിട്ടുള്ളൂ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരാതികൾ അറിയിക്കാൻ വേണ്ടി ഒരു ഫോൺ നമ്പർ കൊടുത്തപ്പോ ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയാൽ മതി, അതിന്റെ വാർത്ത മാത്രമേ ഉള്ളൂ. 700ഓളം പരാതികളാണ്. 700ഓളം സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം. തികഞ്ഞില്ലടി. എന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോ എന്തോ കൊണ്ടുവന്ന് 30 പവൻ 35 പവൻ 35 പവൻ എന്താ കുഴിച്ചെടുത്തതാ, കുലുക്കിയെടുത്ത? ആ 35 പവനുണ്ടാക്കാൻ എങ്ങനെ കഴിയുന്നു? ആ പാവപ്പെട്ട പെണ്ണിന്റെ വാപ്പാടെ രക്തം വിയർപ്പാക്കിട്ടത് ഉണ്ടാക്കിയത്. അത് നാണമില്ലാതെ മേടിച്ചോണ്ട് വന്നിട്ട് സുഖിക്കാൻ, കെട്ടിയ പെണ്ണിന്റെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി പണയം വെക്കാനും വിറ്റിട്ട് ജീവിക്കാൻ ചില നട്ടലില്ലാത്തവന്മാര്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ കെട്ടിക്കൊണ്ടങ്ങോട്ട് വന്ന് ഒരുക്കം ആർഭാടം. വിവാഹമൊക്കെ കണ്ട എന്തൊരു ആർഭാടവാ. പിറ്റേ ദിവസം രാത്രി, കല്യാണത്തിന്റെ ആദ്യ രാത്രി ആമിനയുടെ കൈ പിടിച്ചിട്ട് പറയുന്നു, മോളെ ഒരു മോതിര ഇങ്ങതാ, ഒന്ന് വിറ്റോട്ടെ, പൈസ കൊടുക്കാനില്ല. എന്തിനാടാ പഹയ പെണ്ണ് കെട്ടാൻ പോയെ? എടാ പണം, എടാ സ്വന്തം ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ ഗതിയില്ലാത്തവൻ ദിക്റും പറഞ്ഞിട്ട് കിടക്കണം, പെണ്ണ് കെട്ടാൻ പോരുത്. മഹർ പോലും വാങ്ങാൻ ഗതിയില്ലാത്തവന്മാര് പെണ്ണ് കെട്ടാൻ നടക്കുക. എന്നിട്ട് കിട്ടുന്നില്ല. ഇവൻ എന്നാണ്ട്? ഇതൊക്കെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവർ ചെയ്താൽ പറയാം, ഓനൊരു കാട്ടിയാതി, അവന് വിവരില്ലെന്ന് പറയാം. ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവന്റെ കാര്യം അത് വെച്ചുമ്പോൾ ഈ സാധുക്കൾ എത്ര നല്ലതാപ്പ. ഇന്നത്തെ പെണ്ണുങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം ഉള്ളവന് മാത്രം മതി. 8ാം ക്ലാസ് 10ാം ക്ലാസ്, ആ 10ാം ക്ലാസ് ഉള്ളവൻ അന്തസ്സോടെ ജീവിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ വിദ്യാഭ്യാസം കൂടുന്നവൻ, നിങ്ങൾ ഈ അടുത്ത് നടന്ന സംഭവങ്ങൾ ഇന്നലെ ഇപ്പൊ ഇന്ന് പത്രത്തിലുണ്ട്. ഭാര്യ വിളിച്ചിട്ട് പരാതി പറഞ്ഞു. ഭാര്യ ഈ സ്ത്രീധന പീഡനത്തെ കുറിച്ച് ഭാര്യ വിളിച്ചിട്ട് പരാതി പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ അന്വേഷിക്കാൻ വീട്ടിൽ വന്നപ്പോ ഇയാൾ ഇറങ്ങി ഓടി. പോലീസുകാർ തിരിച്ചു പോയപ്പോ കോടാലിക്കാൻ കണ്ട പെണ്ണുപിള്ളെ വെട്ടി. അലച്ചയ്ക്ക് മനുഷ്യൻ എവിടെ എത്തി നിൽക്കും നമ്മൾ ചിന്തിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. മാനസികമായിട്ട് കുടുംബ വഴക്കുകൾ മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നാര കമ്മിറ്റിക്കാര്, നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കല്ലേ, ഇങ്ങനെ ഉള്ളതിനൊക്കെ പിടിച്ചോണ്ടോ. ഇപ്പൊ നല്ല അവസര. ഈ അമ്മായിയമ്മമാർക്ക് അള്ള കൊടുത്തിരിക്കുന്ന സമയം ഇപ്പോഴാ. പിടിച്ചാൽ നല്ലതാ, കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് കൊടുക്കണം. ഇപ്പൊ നല്ല പിടിപ്പ് കൊടുത്ത അകത്തല്ല. ചില പെണ്ണുങ്ങൾക്ക് അമ്മായിയമ്മമാർ നല്ലവരുണ്ട്, ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. സ്വന്തം മകളെ പോലെ കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. എന്റെ മകളാ, വെറുതെ പറഞ്ഞാൽ പോരാ, എന്റെ മകളാണെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. പക്ഷെ ചിലതങ്ങനല്ല. എന്താ പറയാ, മോൻ മരിച്ചാലും കുഴപ്പമില്ല, ഇവള് കരയണം. സ്വന്തം മകൻ മരിച്ചാലും കുഴപ്പമില്ല, ഇവള് കരയണം എന്ന് ആഗ്രഹിക്കുക. സ്വന്തം മോൻ തീർന്നോട്ടെ, എന്നാലും മരുമോള് കരയണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ പ്രായം കുറെ ചെന്നു, എന്നാലും ജീവിക്കാൻ വിടില്ല.
തന്റെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ അസൂയപ്പെടുന്ന മാതാപിതാക്കൾ, അമ്മമാർ. സ്വന്തം മക്കള് അവര് ചെറുപ്പക്കാര് ഭാര്യയും ഭർത്താവും കൂടെ സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് നടക്കുന്നത് കാണുമ്പോ എന്താ അപ്പൊ പിന്നെ അടി ഉണ്ടാക്കണം, രണ്ടിനും രണ്ട് തട്ടിലാക്കണം, അപ്പോഴേ സമാധാനം വരൂ. എന്നിട്ട് നിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ വള ചെറുതായി പോയി, മാല ചെറുതായി പോയി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്ത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പെണ്ണിന്റെ പണം കണ്ടിട്ട് വിവാഹം കഴിക്കരുത്. അല്ലാഹുവിന്റെ ദീൻ, അതാ പരിശുദ്ധമായ ദീൻ, എല്ലാവരും ചെളിവാരി എറിയുന്ന പരിശുദ്ധമായ ദീൻ അവിടെ നിന്ന് പഠിപ്പിച്ചു. പെണ്ണിന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു മതം പഠിപ്പിക്കുന്നുണ്ടോ? പെണ്ണിന് മഹത്വം കൊടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ നിധി പെണ്ണാണ്, ഒരു സാലിഹത്തായ ഭാര്യയാണെന്ന് പഠിപ്പിച്ച ദീൻ. പെണ്ണിന്റെ കാൽച്ചുവട്ടിൽ എന്തിന്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തി നബിയായി ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണം ആ മുത്തി നബിയുടെ കാൽച്ചുവട്ടി സ്വർഗമുണ്ടോ? പറവുണ്ടോ? ഇല്ല. സ്വർഗം തുറക്കുന്നത് നബിയാ, പക്ഷെ ആ നബിയുടെ കാൽച്ചുവട്ടിൽ സ്വർഗമില്ല. പക്ഷെ ആരുടെ കാൽച്ചുവട്ടിൽ? നമ്മുടെ ഉമ്മാടെ കാൽച്ചുവട്ടിൽ, അള്ളാന്റെ ദീൻ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പണം കണ്ടിട്ട് പെണ്ണ് കെട്ടരുത്, പണം കണ്ടിട്ട് പെണ്ണ് കെട്ടരുത്. പെണ്ണിന്റെ പണം നോക്കിയിട്ട് വിവാഹം കഴിച്ചാൽ എത്ര കോടിക്കണക്കിനുള്ളവനാണെങ്കിലും അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ കെട്ടിയവര് പലരും ചൊറിയും കുത്തി വീട്ടിയിരിപ്പുണ്ട്. അള്ളാഹു കാക്കമാറാകട്ടെ. അല്ലേ? എത്ര പേരുണ്ട്, എത്ര കോടിക്കണക്കിനുണ്ടായിരുന്നു, ഒന്നുമില്ല, ഇപ്പം വെറുതെ ഇരിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്ത്രീധനം എന്ന് തന്നെ, സ്ത്രീ തന്നെ ഏറ്റവും വലിയൊരു ധനമാണ്. അത് മതി. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരുപാട് പൈസയായിട്ട് വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, ഞാൻ വെറുതെ വലിഞ്ഞു കയറി വന്നതല്ല, 101 പവനും കാറുമായിട്ട് വന്നതാ എന്ന് പറഞ്ഞ് സമാധാനക്കെടുത്തതിനേക്കാളും നല്ലത് ഉള്ളത് അങ്ങോട്ട് കൊണ്ടിട്ട് ആമിനെ നിന്നെ കെട്ടിയത്. സന്തോഷത്തോടെ ജീവിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ പെൺകുട്ടികൾ ഇന്നലെ ഒരു വാപ്പ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ, ഉറപ്പിച്ചു വെച്ച കല്യാണത്തിൽ നിന്ന് എൻ്റെ മകൾ ഇപ്പൊ പുറകിലോട്ട് പോകാം. എന്തേ കാരണം? ഇങ്ങനല്ലേ ആണുങ്ങൾ മൊത്തം ഈ സ്വർണ്ണമൊക്കെ ആയിട്ട് നമ്മളങ്ങോട്ട് പോയി, നമ്മളെ മടുത്ത് കഴിയുമ്പോൾ ഇതല്ലേ നമ്മളോട് കാണിക്കുന്നത്? ഉറപ്പിച്ചു വെച്ച വിവാഹത്തിൽ നിന്ന് എൻ്റെ മകള് പുറകിലോട്ട് പോകുന്നു ഉസ്താദേ, എന്താ വഴിയെന്ന് നാം ചിന്തിക്കണം. എന്തുകൊണ്ട്? അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് അറിയാത്തത് കൊണ്ട്, അല്ലാഹ് ആരാണെന്നറിയാത്തത് കൊണ്ട്. പടച്ച റബ്ബിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ പരമേൽപ്പിക്കാൻ തയ്യാറായ ശക്തി അല്ലാഹ് തരും. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ ഒരിക്കലും പതറിപ്പോകൂല, ഒരിക്കലും പതറിപ്പോകൂല. എത്ര കൊല്ലമാകട്ടെ, എന്തിനാ മനുഷ്യ ഇടയ്ക്കിടയ്ക്ക് അയ്യൂബ് നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അയ്യൂബ് നബി അലൈഹിസ്സലാം 18 വർഷക്കാലം രോഗം പിടിച്ചിട്ട് ശരീരത്തിൽ നിന്ന് ചലങ്ങൾ ഒഴുകുകയാണ്, ദുർഗന്ധമടിക്കുകയാണ്, നടക്കാൻ കഴിയുന്നില്ല. റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ പ്രിയപ്പെട്ട ഭർത്താവിനെ കുഞ്ഞിനെ ചുമക്കുന്നത് പോലെ ചുമന്നുകൊണ്ട് നടക്കുകയാ. ആലോചിച്ച് നോക്ക്, ഒരു ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുഞ്ഞുങ്ങളെ ചുമക്കുന്നത് പോലെ അല്ലാഹുവേ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ആ ഭാര്യയാണ് ഭർത്താവിനോട് പറഞ്ഞത്, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാ, നിങ്ങളെങ്ങാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കാര്യം ചോദിച്ചാൽ കൈ താഴ്ത്തുന്നതിന് മുമ്പ് പടച്ച റബ്ബ് തരുമല്ലോ. ഒന്ന് ചോദിച്ചുകൂടെ, ഒന്ന് ദുആ ചെയ്തുകൂടെ? അയ്യൂബ് നബി പറഞ്ഞു, റഹ്മത്തേ, മടുത്തെങ്കിൽ നീ നിന്റെ വഴി നോക്കിക്കോ. നീ എന്നെ നോക്കി നോക്കി മടുത്തെങ്കിൽ റഹ്മത്തേ നിനക്ക് പോകാം. അല്ലാഹുവോട് ഞാൻ പറയൂല, അല്ലാഹുവോട് ഞാൻ പരാതി പറയൂല, അല്ലാഹുവോട് ഞാൻ ദുആ ചെയ്യില്ല. അതൊരു വല്ലാത്ത ഈമാനാ. 18 കൊല്ലം അങ്ങനെ നടന്നു. എന്നിട്ട് അവസാനം തന്റെ നാവ് കൊണ്ട് ദിക്ർ പറയാൻ കഴിയാതെ വന്നപ്പോ അപ്പോഴും അല്ലാഹുവോട് പറയുന്നു, നാഥാ, വഇന്നീ മസ്സനിയല്ലറു അൻത അർഹമുർ റാഹിമീൻ.
എന്റെ നാവിലെ രോഗമൊന്ന് മാറ്റിത്താ അല്ലാ. ദിക്റ് പറയാൻ കഴിയുന്നില്ല അല്ലാ. അപ്പോഴും പറഞ്ഞില്ല രോഗം മാറ്റാൻ. 18 കൊല്ലം ഇതുപോലെ നടന്ന നബിയാ. സാധാരണ മനുഷ്യനല്ല. അയ്യൂബ് നബി 81 കൊല്ലം പട്ടിണി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ 81 വർഷം അയ്യൂബ് നബിക്ക് പട്ടിണി എന്താ, ദാരിദ്ര്യം എന്താ, രോഗവും പ്രയാസവും എന്താ, വേദന എന്താണെന്നറിയാതെ 81 കൊല്ലം ജീവിച്ച നബിയാണ് അയ്യൂബ് നബി. ആ അയ്യൂബ് നബി പിന്നെ 18 വർഷക്കാലം ഇങ്ങനെ നടന്നിട്ട് ഒരിക്കൽ പോലും പടച്ചറപ്പിനോട് പറയാറ് അവിടെ ദുആ ചെയ്യാൻ തയ്യാറായില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, ക്യാൻസർ വന്നാ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു വലിയ വലിയ രോഗങ്ങൾ കൊടുത്തു പരീക്ഷിക്കുകയാ. എന്തിനാ സ്വർഗം കൊടുക്കാൻ? എന്തിനാ സ്വർഗം കൊടുക്കാൻ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രയാസങ്ങൾ, ക്യാൻസറാണ് ഉസ്താദ്, ട്യൂമറാണ് ഉസ്താദ്, കിഡ്നി തകരലാണ് ഉസ്താദ്, ഭർത്താവ് വെന്റിലേറ്ററിലാണ് ഉസ്താദ്, മക്കൾക്ക് മാരക രോഗമാണ് ഉസ്താദ് എന്ന് കരഞ്ഞുകൊണ്ട് പരാതി പറയുന്ന ഉമ്മ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യനിങ്ങനെ ഒരു ഗുഹയ്ക്കകത്തിരുന്ന് അല്ലാഹുവിനെ ആരാധിക്കുകയാണ്, അല്ലാഹുവിനെ നന്ദി കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഗുഹയ്ക്കകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുകയാണ്. മൂസാ നബിക്ക് അത്ഭുതമായി, എന്ത് നല്ല മനുഷ്യനാ അല്ലാഹ്. ഇങ്ങനെയും ചില അടിമകളുണ്ടല്ലോ, അല്ലാഹ് നിന്നെ വഴിപ്പെടുന്ന, നിന്നെ പേടിക്കുന്ന, നിനക്ക് നന്ദി കാണി ജീവിക്കുന്ന ഇത്രയും നല്ല മനുഷ്യരുണ്ടല്ലോ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എന്ത് മനോഹരമായ കാഴ്ചയാണ്, എന്ത് മനോഹരമായ കാഴ്ചയാണ്. മൂസാ നബി അങ്ങോട്ട് നടന്നു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, അവസാനം മൂസാ നബി തിരിച്ചു വരുമ്പോ, അതേ സ്ഥലത്തുകൂടെ തിരിച്ചു വരുമ്പോ ആ ഗുഹയ്ക്കകത്തിരുന്ന മനുഷ്യനെ കാണുന്നില്ല. അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തിയിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനെ കാണുന്നില്ല. പിന്നെ ആ മനുഷ്യന്റെ കുറച്ച് ഇറച്ചികളാണ്. ആ മനുഷ്യന്റെ ശരീരത്തില് ചെറിയ ഭാഗങ്ങളൊക്കെ അവിടെ കിടക്കുകയാ. ഏതോ ഒരു വന്യമൃഗം വന്നു, ഏതോ ഒരു വലിയ മൃഗം വന്നു, ഈ മനുഷ്യനെ കടിച്ചു കീറി തിന്നിട്ട് കളഞ്ഞിട്ട് പോയതാ. മൂസാ നബിക്ക് അത്ഭുതമായി, നാദാ എത്ര നല്ല മനുഷ്യനാണല്ലോ, നിനക്ക് നന്ദി രേഖപ്പെടുത്തി. അല്ലാഹുവേ, നിന്നെ ഭയന്നുകൊണ്ട് ഈ വടവന്നീ ഗുഹയ്ക്കകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുന്നവനാണ്. എന്തിനാ അല്ലാഹ് ഇങ്ങനെ ഈ മനുഷ്യനെ നീ ചെയ്തത് എന്ന് അല്ലാഹുവേ മൂസാ നബി അവിടെ നിന്ന് ചിന്തിക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്ന മൂസാ നബിയേ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവർക്ക് സ്വർഗം നിർബന്ധമാ, അവർക്ക് സ്വർഗത്തിൽ ഉയർന്ന പദവിയുണ്ട്. അല്ലാഹുവേ, മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് പോകുമ്പോ ഒരു മനുഷ്യൻ ഗുഹയ്ക്കകത്തിരുന്നിട്ട് ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്യാ. മൂസാ നബിക്ക് അത്ഭുതം തോന്നി, അല്ലാഹ് ഇങ്ങനെയും ചില മനുഷ്യന്മാരുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. തിരിച്ചു വന്നപ്പോ ഇത്തിരി എല്ലും കഷ്ടം കിടക്ക, ആ മനുഷ്യനെ കാണാനില്ല. ഏതോ ഒരു മൃഗം വന്ന് കടിച്ചു കീറി തിന്നിട്ട് വാക്കി കളഞ്ഞിട്ട് പോയിരിക്കാം. എന്തേ അല്ല ഇങ്ങനെ, എത്ര നല്ല മനുഷ്യനായിരുന്നു, ഇങ്ങനെ വന്നല്ലോ. നമ്മൾ ചോദിക്കൂലേ, 5 നേരം നിസ്കരിക്കുന്ന ഈ മനുഷ്യൻ ഉസ്താദേ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചുപോയല്ലോ, നമുക്ക് വലിയ പ്രയാസം. ഓൻ രാജാവാ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ.
ഇവിടെ കള്ളുകുടിയൻ ഹാപ്പി ആയിട്ട് നടക്കുന്നു, കണ്ടിട്ടുണ്ടാ? കള്ളുകുടിയനും കഞ്ചാവടിക്കുന്നവനും, കഞ്ചാവടിയുടെ കാര്യമൊന്നും പറയാതിരിക്കലപ്പം നല്ലത്. ഇപ്പൊ കഞ്ചാവടിയൊക്കെ പുള്ളന്മാരിലേക്ക് ചെറിയ കുട്ടികളെ മൊത്തം അടിക്കുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 10-20 വയസ്സിനകത്തുള്ളതൊക്കെ ഇപ്പം കള്ളുകുടിയൊക്കെ മാറിയെന്നേ. ഇപ്പൊ വലിച്ചങ്ങോട്ട് കയറ്റിയിട്ട് ഇങ്ങോട്ട് നടക്കാം. പാപ്പാടുത്ത് പറയാ, കാക്ക മോനിങ്ങനെ, ഓ എന്റെ മോനോ, എന്റെ മോൻ മലക്കല്ലേ അവനോ. അവസാനം പോലീസ് പൊക്കുമ്പോ അറിയാം, ഇടികൊണ്ട് വാടും. അള്ളാഹു കാക്കുമാറാകട്ടെ. പാപ്പാടുത്ത് പറയാ, മോൻ കഞ്ചാവടിക്കുന്നുണ്ട്, അവന്റെ സ്വഭാവം കൂട്ടുകാര് കണ്ടിട്ടുണ്ടാ, കൂട്ടുകാരൊന്നും ശരിയില്ല എന്ന് പറയുമ്പോ എന്റെ മോൻ ഉസ്താദിന് അസൂയ, ഉസ്താദിന് അസൂയ. പറയാൻ തന്നെ പലരും മടിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഈ മനുഷ്യന്റെ അവസ്ഥ നോക്കി നമ്മൾ പറയുന്നത്, എടാ ഈ 5 നേരം നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ ക്യാൻസർ വന്ന് മരിക്കാറുണ്ട്, ട്യൂമർ വന്ന് മരിക്കാറുണ്ട്. കഞ്ചാവടിച്ച് കിടക്കുന്നവൻ പെട്ടെന്ന് മരിച്ചു പോവാ, കിടപ്പൊന്നുമില്ല. അവനെ പിന്നെ അള്ള കിടത്തൂലല്ലോ, പെട്ടെന്നങ്ങ് പോകത്തേ ഉള്ളൂ. എന്തേ കാരണം? നമ്മൾ പറയും, ഉസ്താദെ ഉമ്മായും വാപ്പായും കിടന്നിട്ട് വേദന സഹിക്കാൻ പറ്റാതെ കിടക്കും, സഹിക്കണില്ല ഉസ്താദെ. ആരാ നീ? നിനക്കട സഹിക്കാൻ പറ്റാതെ, അവര് രാജാവാ. മുസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, ഈ മനുഷ്യൻ സ്വർഗത്തിന്റെ അവകാശിയാണ്, ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉയർന്ന പദവിയുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ ചെയ്യണ ഇബാദത്ത് കാരണം ഒരിക്കലും അവിടെ പോകാൻ പറ്റൂല. ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മം കാരണം സ്വർഗത്തിലെ ഈ ഉയർന്ന പദവിയിൽ മരിക്കുന്നവരെ ചെയ്താലും പോകാൻ പറ്റൂല. പിന്നെ എങ്ങനെ പോകും? അള്ളാഹു ഇതുപോലെയുള്ള ആ മൃഗം വന്നു കടിച്ച് കീറി തിന്നു, ആ വേദനകൾ മുഴുവനും അനുഭവിച്ചു. അതിനു പകരം അള്ളാഹു സ്വർഗത്തിൽ ആ പദവി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു പനി വന്ന കാലിലൊരു മുള്ളുകൊണ്ട പാപം പൊറുക്കുന്ന, ഒരു പനി വന്ന് നേരം വെളുത്തു, രാത്രി ഒരു പനി വന്നു, രാവിലെയായി, ഒരൊറ്റ പനി കൊണ്ട് അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒറ്റ പനി മതി സ്വർഗത്തിൽ പോകാൻ, ഒരൊറ്റ പനി മതി. പക്ഷെ നമുക്ക് പനി വന്നാലോ? പണ്ടാര ഈ സമയത്തിൽ വന്നല്ലോ അല്ലാഹ്. അതാ എടാ, ഹദീസ് നിങ്ങൾ എടുത്ത് നോക്ക്. ഒരു പനി വന്നാൽ തന്നെ സ്വർഗത്തിൽ പോകുന്ന, ഒരൊറ്റ രാത്രി പനിച്ച ജീവിതത്തിൽ ചെയ്ത പാപം മുഴുവനും പൊറുക്കുന്ന. പക്ഷെ നമ്മുടെ പാപം പൊറുക്കൂല. ആരാപ്പ പനി വന്നപ്പോ? അൽഹംദുലില്ലാഹ്, നരകത്തിന്റെ തീയുടെ ചൂട് അതിന്റെ ഒരു അടയാളമാണല്ലോ. അൽഹംദുലില്ലാഹ് പറയണ എത്ര പേരുണ്ട്? നാശം. കൊറോണയുടെ സമയത്ത് ഇപ്പൊ ആശുപത്രിയിൽ പോകാൻ പറ്റുമോ? കോവിഡ് ടെസ്റ്റ് ചെയ്യണ്ടേ? കുട്ടികളൊക്കെ ഉണ്ടല്ലോ. നാശം എന്നാ പറയണേ. അൽഹംദുലില്ലാഹ് ആരെങ്കിലും പറയോ? പറമനുഷ്യന്മാരെ പറയോ? എന്താ മെമ്പർ, ഈ സമയത്ത് ആരെങ്കിലും അൽഹംദുലില്ലാഹ് പറയോ? ഇല്ല, മാറി നിൽക്കുന്നേ പറയത്തുള്ളൂ. എന്നാൽ ഒരു പനി മതി പാപം പൊറുക്കാൻ. അതുകൊണ്ടാ പറഞ്ഞത്, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തവക്കൽതു അലല്ലാഹ്. വരണ്ടവന് വരൂലേ? പേടിയുണ്ടോ? വരണ്ടവന് വരുവോ? എന്തും വരുവോ? ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? പറ, പറ്റുമോ? പറ്റൂല. എന്തൊക്കെ ഇട്ടാലും പറ്റൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉമ്മാടെ വയറ്റിൽ കിടന്ന പൻസാരി എന്നെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതെന്നെ. ഉമ്മാടെ വയറ്റിൽ കിടന്ന് 4 മാസം ആയപ്പോൾ അള്ളാഹ് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചവർക്കൊക്കെ വന്നു പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു ശിവ നൽകുമാറാകട്ടെ. ഇനി ആരുടെയൊക്കെ പേരുണ്ടെന്ന് അറിയത്തില്ല. അള്ളാഹു അഅലം. അള്ളാഹു നമുക്കൊക്കെ അള്ളാഹുവിന്റെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തവക്കൽതു അലല്ലാഹ്, അതാണ് ഏറ്റവും വലിയ ആയുധം. ഇതൊക്കെ ഇട്ടാലും, മാസ്ക് ധരിച്ചാലും, അകലം പാലിച്ചാലും, സാനിറ്റൈസ് ഉപയോഗിച്ചാലും, കയ്യിൽ ഉറയിട്ടാലും എന്ത് പറയണം? ഇതൊക്കെ ചെയ്തിട്ട് അവസാനം എന്താ പറയണ്ടേ? ഇതൊക്കെ ചെയ്തിട്ട് എന്താ പറയണ്ടേ? വേണ്ട, ഇതൊന്നും ചെയ്യണ്ട, അള്ളാഹ് തീരുമാനിച്ചല്ലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാലോ മൂലയിൽ കിടക്കും. ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, എന്നിട്ട് അൽഹംദുലില്ലാഹ് നടക്കണം. പക്ഷെ അത് മാത്രമായി പോകരുത്. ഇതാണ് തടയുന്ന വസ്തു എന്നായി പോയപ്പോ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 5ാമത്തെ 6ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹൃദയത്തിലെ ധൈര്യം കൊടുക്കുകയാണ്. അവൻ ഒരിക്കലും തൂങ്ങാൻ തോന്നുകയില്ല. അവൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. അവൻ ചിന്തിക്കുന്നത് എന്തെന്നറിയോ?
ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ടല്ലോ, ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടല്ലോ. എന്റെ റബ്ബന്റെ കൂടെയില്ലേ, എന്റെ റബ്ബന്റെ കൂടെയില്ലേ, എന്തിനാ ഞാൻ ഭയപ്പെടുന്നത്? അതാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിച്ച് വിറച്ചുകൊണ്ട് പരാതി പറയുന്ന അബൂബക്കറിനോട് പറഞ്ഞ, അബൂബക്കറെ, അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ? ഇവൻ അവന്റെ കാലിൽ നോക്കണമെങ്കിൽ തീരുമാനിക്കുന്നത് അല്ലാഹയല്ലേ? അവൻ വിചാരിച്ചാ നോക്കൂലല്ലോ. നബിയെ, അവന്തോ മോളി നിൽക്കുന്ന നബിയെ, ഒന്ന് കുനിഞ്ഞൊക്കെ നമ്മളെ പിടിക്കുന്ന നബിയെ, നമ്മളെ കൊല്ലും നബിയെ. ഇല്ല അബൂബക്കറെ, ഇല്ല അബൂബക്കറെ. എന്തേ നബിയെ? ഓൻ കാലി നോക്കണമെങ്കിൽ അല്ലാഹ് തീരുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സത്യല്ലേ? അല്ലാഹ് തീരുമാനിച്ചാലല്ലേ ചലനങ്ങൾ പോലും നിയന്ത്രിക്കുന്നവൻ അല്ലാഹയാ. അല്ലാഹ് തീരുമാനിക്കണം. ഇവിടെ ഇരിക്കണ എത്ര എണ്ണം വീട്ടിൽ പോകണമെന്ന്. അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ, അല്ലാഹ് ദീർഘായുസ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ്, മക്കളെ പഠിപ്പിച്ചോ, നിന്റെ പൊന്നാര മക്കൾക്ക് അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തോ. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തി അല്ലാഹു അവർക്ക് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കുന്നില്ല. ഏഴാമത്തെ കാര്യം എന്തെന്നറിയോ? ഏഴാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറയുകയാ, ഒരു തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നതിന്റെ പ്രതിഫലമാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ച റബ്ബ് അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം അറിയുമോ? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ അവര് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വിചാരണയില്ലാതെ കടന്നു പോകുന്നവർ, എന്റെ പ്രിയപ്പെട്ടവരെ, പരലോകത്ത് അല്ലാഹു അവന്റെ മുന്നിൽ ഒന്നിച്ചു കൂട്ടുകയും അവർ ചെയ്തു പോയ പ്രവർത്തനങ്ങൾ നന്മയാകട്ടെ തിന്മയാകട്ടെ, വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ പിടിച്ചു നിർത്തിയിട്ട് പടച്ചറപ്പ് ചോദിക്കുമല്ലോ. ആ വിചാരണയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ നബിയുടെ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ പ്രവാചകൻ പറഞ്ഞത്, ഹസിബൂ ഖബല അൻ തുഹാസബൂ. മരിക്കുന്നതിന് മുമ്പ്, വിചാരണ കടന്നു വരുന്നതിന് മുമ്പ് നീയൊന്ന് സ്വന്തമായിട്ട് വിചാരണ ചെയ്യ്. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി തന്റെ വീടിന്റെ അകത്ത് കയറിയിരുന്ന് ചാട്ടമാറുകൊണ്ട് തന്റെ ശരീരം തല്ലിച്ചതച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചാട്ടമാറുകൊണ്ട് തന്റെ ശരീരത്തെ തല്ലുകയാണ്. ശരീരമേ, നീ ഇങ്ങനെ ചെയ്തല്ലോ, അല്ലാഹുവിന്റെ അടുക്കൽ നീ എന്ത് പറയും, അല്ലാഹുവിന്റെ അടുക്കൽ നീ എന്ത് പറയും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തിനെ വിചാരണ ചെയ്തത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആരാ ഉമർ എന്നറിയുമോ? ഉമറും ഫിൽ ജന്ന. ഉമറേ, നീ സ്വർഗത്തിലാ, ഉമറേ നീ സ്വർഗത്തിലാ. ജീവിച്ചിരുന്നപ്പം മുത്തുനബി പറഞ്ഞു, ഉമറേ നീ സ്വർഗത്തിലാ ഉമറേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഉമറേ, നിനക്ക് സ്വർഗത്തിൽ ഒരു വീട് ഞാൻ കണ്ടു ഉമറേ എന്ന് മുത്തുനബി പറഞ്ഞു. ആ ഉമർ തങ്ങളാണ് സ്വന്തം വിചാരണ ചെയ്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാനും നിങ്ങളും വിചാരണയെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നാളെ ഒരു ദിനം വരുമല്ലോ, അല്ലാഹുവേ, നമ്മുടെ മുന്നിൽ പടച്ച റബ്ബ്
വിചാരണ ചെയ്യുമല്ലോ. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, തീർച്ചയായും നമ്മുടെ അടുത്തേക്ക് അവരുടെ മടക്കം എന്നിലേക്കാണ്. ഇന്ന ഇലൈനാ ഇയാബഹും. അല്ലാഹു പറയുന്നു, നീ എന്നിലേക്ക് തന്നെ മടങ്ങി വരേണ്ടവനാടാ. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. നിനക്ക് വിചാരണയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വിചാരണയെ കുറിച്ച് ചിന്തിക്കാത്തത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുകയാ, തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിൽ പരമേൽപ്പിച്ചവർ, തവക്കൽതു അലല്ലാഹ് പറഞ്ഞവർ, അവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി 70,000 ബിഗൈരി ഹിസാബ്. നാളെ വിചാരണ നടക്കുന്ന വേളയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിലെ ഒരു വിഭാഗം ആൾക്കാർ, പടച്ചവനെ, നമ്മളൊക്കെ റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും യഹ്യാ നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും, ഇങ്ങനെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അതാ കടന്നു വരികയാ ഒരു വിഭാഗം, ഇങ്ങനെ കടന്നു വരികയാ 70,000 പേര്. 70,000 പേര്. ആ 70,000 ഓരോ വ്യക്തികളുടെ കൂടെ 70,000 പേര്. ആ 70,000 ഓരോ മനുഷ്യന്റെ കൂടെ 70,000 പേര്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. റബ്ബിന്റെ മുന്നിൽ കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു പറയുകയാ, യദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. ഇന്ന് വിചാരണയില്ല, ഇന്ന് നിങ്ങളോട് ചോദ്യമില്ല, ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് ചോദ്യമില്ല. സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ. ഇങ്ങനെ കടന്നു പോകുന്ന ഒരു വിഭാഗമുണ്ട്. നാളെ 70,000 പേര് വരും. ആ 70,000 ഓരോ വ്യക്തിയുടെ കൂടെ 70,000. അപ്പൊ ഒന്ന് കൂട്ടി നോക്കിക്കേ എന്റെ പ്രിയപ്പെട്ടവർ. അങ്ങനെ ഒരു വിഭാഗം നാളെ പരലോകത്തുകൂടെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു ഹദീസ് കാണാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് രംഗങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, സ്വഹാബ, നാളെ ഇങ്ങനെ പറയും, കിഴക്കു ഭാഗത്തേക്ക് നോക്ക്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്ക്. റസൂലുള്ളാഹി തങ്ങളോട് ഇങ്ങനെ പറയും. നോക്കുമ്പോ ഓരോ വിഭാഗങ്ങളെ കാണാം. അവസാനം നോക്കുമ്പോ ഒരു സംഘം ഇങ്ങനെ വരുന്നു, വല്ലാത്ത ഒരു സംഘം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാണ് കടന്നു വരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം അവരിങ്ങനെ കടന്നു വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞിട്ട് സഹാബത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് വീടിനകത്ത് പോയി. പള്ളിക്കകത്തിരുന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ഇങ്ങനെ ഒരു വിഭാഗം കടന്നു വരും. അവര് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. ഇത്രയും പറഞ്ഞിട്ട് മുത്തുനബി എഴുന്നേറ്റ് അങ്ങ് പോയി. സഹാബത്ത് ചർച്ച തുടങ്ങി. ആരാ പടച്ചവനെ? അവര് പറയുന്നത് ജനിച്ചപ്പോ തന്നെ മുസ്ലിം ആയിട്ട് ജനിച്ചവരായിരിക്കും.
നമ്മള് ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് കയറി വന്ന അവര് ചിന്തിക്കേണ്ടതാ ആ സ്വഹാബി കന്നുജു, സഹാബത്ത് നക്ഷത്ര തുല്യരാണെന്നപടി ഈ സഹാബത്ത് പറയാ നമ്മളൊന്നും ജനിച്ചപ്പോൾ മുസ്ലിം ആയിരുന്നില്ലല്ലോ, നമ്മളൊക്കെ എങ്ങനെ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചവരാ, നമ്മൾ അള്ളാന്റെ ദീൻ മനസ്സിലാക്കിയിട്ട് ദീനിലേക്ക് കടന്നു വന്നവരാ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വിഭാഗം ചിലപ്പോൾ ജനിച്ചപ്പോൾ തന്നെ മുസ്ലിമായിട്ട് ജനിച്ചവരായിരിക്കും, അല്ലെങ്കിൽ യുദ്ധക്കളത്തിൽ പോയി ഷഹീദായവരായിരിക്കും, അല്ലെങ്കിൽ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തവരായിരിക്കും. നമ്മളെ കാണി സങ്കടം സഹാബത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ചർച്ച ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ സഹാബത്ത് ചർച്ച നടത്ത ഇത് ആരാ പഠിച്ചവൻ, ഇത് ആരാ ഇതാരാ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തു. ആ വിഭാഗം 4 വിഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവരാരാ? 4 വിഭാഗം ആൾക്കാർ. ഖുർആൻ പറയുന്നു ഒരുപാട് വിഭാഗമുണ്ട്, എങ്കിലും പരിശുദ്ധമായ ഖുർആൻ 4 വിഭാഗത്തെ ഖുർആൻ പറയുന്നുണ്ട്. 4 വിഭാഗം. അള്ളാഹു അതിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു അതിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 4 വിഭാഗം എണ്ണി പറയുന്നുണ്ട്. ആ 4 വിഭാഗത്തിൽ ഒരു വിഭാഗം ഇൻഷാ അല്ലാഹ് 4 വിഭാഗം ഇപ്പൊ പറഞ്ഞ 11 മണിയാവാറായി, നിർത്താൻ പറ്റൂല. നമ്മുടെ വിഷയം ഇന്നും കെട്ടിപ്പോകും. ഒരെണ്ണം കൂടെ പറയാൻ കിടക്കണേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ പോണ വിഭാഗം നാളെ പഠിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എങ്കിൽ ഒരു വിഭാഗം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നാളെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടന്നു പോകുന്ന 4 വിഭാഗം. അതിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ? തന്റെ സർവ്വ കാര്യങ്ങളും അല്ലാഹുവിനെ ഏൽപ്പിച്ചവരാ. ദുനിയാവിന്റെ കാര്യമാകട്ടെ പരലോകത്തിന്റെ കാര്യമാകട്ടെ എല്ലാ നന്മകളും തിന്മകളും അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നവരുണ്ടല്ലോ, തവക്കൽ ഏൽപ്പിക്കുന്നവരുണ്ടല്ലോ. മറ്റാരെയും അവലംബിക്കാതെ ഒരുത്തന്റെ മുന്നിലും പോയി യാചിക്കാതെ തന്റെ കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നവരുണ്ടല്ലോ. അവരാണ് നാളെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്നത്. നബി മുഹമ്മദ് മുസ്തഫ വമൻ യതവക്കൽ അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവർ അവർ നാളെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ അതാ വിളിക്കുകയാണ് മലക്കുകൾ. ഒരു വിഭാഗത്തെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് വിളിക്കുന്നു, നിങ്ങൾ അടുത്തേക്ക് വരിക. ഒരു വിഭാഗത്തെ വിളിക്കുന്നു. എന്നിട്ട് സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മളൊക്കെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും എണ്ണി ചോദിക്കുകയാണ്. നിനക്ക് ആയുസ് തന്നല്ലോ, എങ്ങനെ ചെലവഴിച്ചു? നിന്റെ യുവത്വം എങ്ങനെ ചെലവഴിച്ചു? നീ പണം എങ്ങനെ ഉണ്ടാക്കി? അത് നീ എങ്ങനെ സമ്പാദിച്ചു? എങ്ങനെയാണ് ചെലവഴിച്ചത്? അല്ലാഹുവേ, വെച്ചിരിക്കുന്ന കാലനക്കണമെങ്കിൽ ഈ ചോദ്യത്തിന് മറുപടി പറയണമെന്നാ. അങ്ങനെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് അല്ലാഹു എന്നെയും നിങ്ങളെയും വിചാരണ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ചോദ്യമൊന്നുമില്ലാതെ ഈ വിചാരണയൊന്നുമില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവരാരെന്നറിയോ? തവക്കൽതു അലല്ലാഹ്. അവർ തവക്കൽതു അലല്ലാഹ് പറഞ്ഞവരാ. അവരുടെ കാര്യങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിച്ചവരാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, തവക്കൽതു അലല്ലാഹ് നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു നന്മയാ. മറന്നു പോകരുത്. പിഞ്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. എന്ത് കാര്യത്തിലും തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിനെ പരമേൽപ്പിക്കാൻ പഠിപ്പിക്കൂ. എന്നിട്ട് എണ്ണി 7 പറഞ്ഞു കൊടുക്കണം. 7 നന്മകളാണ് പഠിച്ചത്. 7 നന്മ
എൽമുകളാണ് പഠിച്ചത്. 7 നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, മക്കളൊക്കെ കൂടെയുണ്ടല്ലോ. പഠിച്ചവനെ വെറുതെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാൽ മക്കള് മൊബൈലിൽ കുത്തിയിരിക്കുകയാണ്. രാത്രി 10 മണിയായി 11 മണിയായി മക്കള് കിടന്നുറങ്ങാതെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത മാതാപിതാക്കൾ, പഠിച്ചവനെ അതായെന്ന കൂട്ടുകാര്, ചെറുപ്പക്കാരായ മക്കളുണ്ടല്ലോ, ഒരുമിച്ച് നിന്നുകൊണ്ട് ഗെയിം കളിക്കുന്ന കാലമാ. പഠിച്ചവനെ അടുത്ത വീട്ടില് ദൂരെ കിടക്കുന്നവനും വീടിന്റെ അകത്തിരുന്ന് പഠിച്ചവനെ ഗ്രൂപ്പായിരുന്നു കൊണ്ട് ഗെയിം കളിക്കുകയാണ്. വൃത്തികേടുകൾ കാണുകയാണ്, വൃത്തികേടുകൾ പറയുകയാണ്. 15 വയസ്സുള്ളവന് 18 വയസ്സുള്ള മകനെ നേരെയാക്കാൻ ഉമ്മയ്ക്ക് കഴിയുന്നില്ലല്ലോ, വാപ്പയ്ക്ക് കഴിയുന്നില്ലല്ലോ. എന്ത് നാണക്കേടാ! അമാനത്തായി നൽകിയ മക്കളെ നന്നാക്കാൻ കഴിയാത്ത ഉപ്പ. മക്കളെ നമസ്കരിച്ചില്ലെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കടാ എന്ന് മക്കളെ വിളിച്ചുണർത്താത്ത മാതാപിതാക്കള്, നിങ്ങളെ കാലം നശിച്ചവരുണ്ടോ? നിങ്ങളെ കാലം നഷ്ടപാടിയുണ്ടോ? വാപ്പാ 7 വയസ്സുള്ളവനെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നമസ്കരിപ്പിക്കണം. ഉസ്താദേ 10 അല്ല 15 അല്ല 18 അല്ല, സ്വന്തം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദിക്റും പറഞ്ഞ് ഖുർആനോദി ദുആ ചെയ്തിട്ട് സുബഹി വരെ കാത്തിരുന്നു. സുബഹിക്ക് ബാങ്ക് വിളിച്ചു, പഠിച്ചവനെ സുന്നത്ത് നമസ്കരിച്ചു, ഫർദ് നമസ്കരിച്ചു. എന്നിട്ടും നിസ്കാരപ്പായിലിരുന്ന് ദിക്റും ദുആയും ചെയ്യുന്ന ഉപ്പ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് കരുതിയോ? സ്വർഗ്ഗത്തിൽ പോകുമെന്ന് കരുതിയോ? വാപ്പ TV കാണൂല, സീരിയൽ കാണൂല, സിനിമ കാണൂല, വൃത്തികേട് കാണൂല, വൃത്തികേട് പറയൂല. പക്ഷേ മക്കള് കാണുമല്ലോ, മക്കള് കാണാറുണ്ട്. വാപ്പ മിണ്ടൂല. വാപ്പ വിചാരിച്ച് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന്. അല്ലാ പറഞ്ഞതെന്തെന്നറിയോ? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറാ. കള്ള് കുടിക്കുന്ന മക്കളെ കുറിച്ച് പറയുന്നവർ കഞ്ചാവ് ലഹരിയാണ്, കള്ളി ലഹരിയാണ്, പടച്ചവനെ വീടിവലി ലഹരിയാണ്, മോശമായ സാധനങ്ങളെ തിന്നുന്നത് ലഹരിയാണ്. എന്നാൽ എന്റെ ഉപ്പ മൊബൈൽ ലഹരിയാണെന്ന് നിനക്ക് ഇതുവരെ തിരിയാത്തത്? പടച്ചവനെ ഓൺലൈൻ ക്ലാസിന്റെ പേരില് ഉമ്മയുടെ ഫോൺ മക്കൾക്ക് കൊടുക്കൂല, വാപ്പയുടെ ഫോൺ മക്കൾക്ക് കൊടുക്കൂല. കാരണം പേടിയാ. പല രഹസ്യങ്ങളും മക്കള് കാണുമല്ലോ. അതുകൊണ്ട് കടയിൽ ചെന്ന് പുതിയ ഫോൺ വാങ്ങിയിട്ട് 5ാം ക്ലാസ്സുകാരന്റെ കയ്യില്, 6ാം ക്ലാസ്സുകാരന്റെ കയ്യില്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള് രാവും പകലും മൊബൈലാ. ആർക്കും സമയമില്ല. വാപ്പ ഒരു റൂമില്, ഉമ്മ ഒരു റൂമില്, മക്കളെല്ലാവരും ഒരു റൂമില്. റസൂലുള്ള പറഞ്ഞല്ലോ, ഒരു കാലം വരും, ഒരു കാലം വരും അന്ന് സർവ്വ വീടുകളിലും വ്യഭിചാരം നടക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വ്യഭിചാരമില്ലാത്ത വീടുകളില്ല, വ്യഭിചാരമില്ലാത്ത വീടില്ല, വ്യഭിചാരമില്ലാത്ത വീടില്ല. വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ഒരാണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ ചേരുന്നതിനല്ല. കണ്ണിന് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഗുഹ്യഭാഗത്തിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്. പാതിരാത്രി ആയാൽ ഉമ്മ മൊബൈലിലൂടെയുള്ള ചർച്ചയാണ്. ഹദീസുണ്ട്, എല്ലാ വീട്ടിലും വ്യഭിചാരം നടക്കുന്ന ഒരു കാലം വരും എന്ന് നബിയുനാ റസൂലുള്ളാഹി. 10ാം ക്ലാസ്സുകാരൻ ചാറ്റിങ് ആരോട്? പാപ്പാനോടാ. അടുത്ത റൂമിൽ കിടക്കുന്നുണ്ട്. ഉമ്മാനോടാ. അടുത്ത റൂമിൽ കിടക്കുന്നുണ്ട്. കൂടപ്പുറപ്പിനോടാ. അവിടെ കിടക്കുന്നുണ്ടല്ലോ. ഇവൻ ഈ പാതിരാത്രി 12 മണിക്ക് അസ്രായിലിനോട് ചാറ്റ് ചെയ്യാ. നിന്റെ മോൻ
ഉമ്മ ആരോടാ? സ്വന്തം കെട്ടിയവൻ അടുത്ത് കിടക്കുന്നുണ്ട്, ഇവൾ ആരോടാ ചാറ്റ് ചെയ്യണേ? നിങ്ങൾ എന്ത് ശ്രദ്ധിക്കാത്ത? ഇവിടെ പടച്ചവന് ഇതൊരു ലഹരി വസ്തുവാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പറയതല്ലേ എന്തേ ഓൺലൈൻ ക്ലാസ് ഉണ്ട്? ശരി തന്നെ, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. എന്തേ വാപ്പ നിന്റെ ഫോൺ? ഉസ്താദ് എനിക്ക് ജോലിക്ക് പോകണ്ട, നീ പോ. നിന്റെ പെണ്ണും പിള്ളയ്ക്ക് തലകണ്ണ് എത്ര നീളമുള്ളൊരു മൊബൈൽ വാങ്ങി കൊടുത്തിട്ടുണ്ടല്ലോ, എന്തേ മക്കൾക്ക് കൊടുക്കാത്ത? പേടി. കാരണം ഉമ്മാടെ മലക്കയക്കയുടെ മെസ്സേജ് മക്കൾ കണ്ടാലോ. എന്തേ പേടി? എന്തേ? എടാ, സ്വന്തം മക്കൾക്ക് ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇല്ലല്ലോ. ഉമ്മായിക്ക് വേറെ പണിയില്ലല്ലോ. ഉമ്മാനാകെ വിളിക്കാനുള്ളത് വാപ്പ. ആ മനുഷ്യ ഹയാത്തിൽ വീട്ടിലുണ്ടല്ലോ. വാപ്പ അല്ലെങ്കിൽ അവരുടെ വാപ്പ, ഉമ്മ. വേറെ ആര്? ഉമ്മാടെ ഫോൺ മക്കൾക്ക് കൂടെ. അങ്ങനല്ല, ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ വാവാലായില ഇങ്ങനെ കൊണ്ടടക്ക. നാലിച്ചു നോക്കിയേ എന്താ മനുഷ്യന്റെ അവസ്ഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. പണ്ടൊക്കെ ഇപ്പൊ കൊച്ചു കുട്ടികൾക്ക് ഒരു റൂം അങ്ങ് കൊടുത്തിരിക്കുക, കഥ കടയ്ക്കും. പണ്ട് പറയും കഥ കടയ്ക്കാൻ പാടില്ല, മക്കള് കിടന്നോ, കുറ്റിയിടാൻ പാടില്ല. പക്ഷെ ഇന്നങ്ങനല്ല, കയറുക കുറ്റിയിടുക. സുബ്ഹാനല്ലാഹ്, എന്താ അവസ്ഥ, എന്ത് ഒന്നുമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ല പറഞ്ഞിരിക്കണത്, എന്റെ വയത് കേൾക്കണ വാപ്പന്മാരോടും ഉമ്മാന്മാരോടും പറയാ, നീ ചെയ്യണ നന്മ കൊണ്ട് സ്വർഗത്തിൽ പോകാമെന്നാ നീ കരുതുന്നേ. എല്ലാരും വിചാരിച്ചിരിക്കണത് അങ്ങ് പോകാന്ന. അല്ല എന്തേ പറഞ്ഞെന്നറിയോ? ഖുർആൻ എടുത്ത് നോക്ക്. ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. അല്ല പറയുന്നു, നരകത്തിലിട്ട് കത്തിക്കുന്നത് വിറകൊന്നുമല്ല, മനുഷ്യനെയും കല്ലുകളെയുമാണ്. മനുഷ്യനെയും കല്ലുകളെയുമാണ് നരകത്തിലിട്ട് കത്തിക്കുന്നത്. അതുകൊണ്ട് വാപ്പാ, പോകുമ്പോ ഒറ്റയ്ക്ക് പോയാ പോരാ. പോകുമ്പോ സ്വർഗത്തിൽ പോകുമ്പോ ഒറ്റയ്ക്ക് പോയാ പോരാ. നരകത്തിനകത്ത് നിന്നിട്ട് നിന്റെ പെണ്ണും പിള്ളയും നിന്റെ മക്കളെയും കൂടെ നീ രക്ഷപ്പെടുത്തണം. എന്നിട്ട് വേണം പോകാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, വിടുവോ? നാളെ അള്ളാടെ മുന്നിൽ വെച്ച് പിടിക്കും മക്കള്. എന്നെ എറിയാൻ വരട്ടെ, ആദ്യം വാപ്പാനെ എറി, എന്നിട്ട് എറിഞ്ഞാ മതി എന്നെ. എന്റെ ഉപ്പാനെയും എന്റെ ഉമ്മാനെയും. അല്ല എനിക്കൊന്നും അറിയത്തില്ലായിരുന്നല്ല, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. വിദ്യാഭ്യാസവും വിവരമൊന്നും ഇല്ലായിരുന്നു. ഇത് വാങ്ങിത്തന്നതാരാ? വാപ്പ. എനിക്ക് അവസരം ഒരുക്കി തന്നതാരാ? ഉമ്മ. ഞാൻ ഇവരെന്തെങ്കിലും പറയും, ഇത് പിടിച്ചു വാങ്ങുമ്പോൾ ഞാൻ ദേഷ്യപ്പെടും, പട്ടിണി കിടക്കും, വാശി പിടിക്കും. എന്നാലും തരാൻ പറ്റുമോ? കള്ളു മേടിച്ചു തുടങ്ങി, കഞ്ചാവ് മേടിച്ചോട് മക്കൾക്ക് അത് പറ്റത്തില്ല. കാമുകനുമായിട്ട് ചാറ്റിംഗ് കൊണ്ട് പിടിച്ചു അടി, ഒരുത്തനെ വിളിച്ചു കയറ്റി അടി. ചാറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല, കാണുന്ന ഓൺലൈനായിട്ട് കുഴപ്പമില്ല, അത് കുഴപ്പമൊന്നുമില്ല. മക്കള് പറയും, പടച്ചവനെ എനിക്കറിയില്ല തെറ്റും ശരിയും. ഇവർക്കറിയാമായിരുന്നു. ഇവരെന്ത് ചെയ്തു? എന്നെ ഒന്നും ചെയ്തില്ല, പിഴപ്പിച്ചത് ഇവരാ. കൊടല്ല ആദ്യം ഇതിനെ എറി, പിന്നെ ബാക്കി. ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ ഉമ്മാടെ ഫോണിൽ, കഴിഞ്ഞെങ്കിൽ അസ്സലാമു അലൈക്കും, കഴിഞ്ഞു. എന്തിനാ രാത്രി ഓൺലൈൻ ക്ലാസ് ഏതാപ്പാ? ഞാൻ ചോദിക്കുന്നതാ, ഏത് സ്കൂളാപ്പാ രാത്രി തുറന്നു വെക്ക? 8 മണി കഴിഞ്ഞാൽ 4 മണിക്ക് സ്കൂൾ അടയ്ക്കില്ലായിരുന്നു. 4 മണിക്ക് നമ്മൾ പഠിക്കുന്ന കാലത്ത് സ്കൂൾ അടയ്ക്കും അല്ലേ? കൂടിപ്പോയ ട്യൂഷനൊക്കെ എത്ര മണി വരെ കാണും? ഈ ടീച്ചർമാർക്ക് ഉറക്കമൊന്നുമില്ല, രാത്രി 8 മണി വരെയൊക്കെ കാണും, അല്ലെങ്കിൽ 9 മണി വരെ കാണും. ഇത് കഴിഞ്ഞിട്ട് എന്ത് ഓൺലൈൻ ക്ലാസ്? മക്കളുടെ കയ്യിൽ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ തന്നെ, ചെറിയ മക്കളുടെ കയ്യിലും ഫോണാ. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോ ഞാനിങ്ങനെ നോക്കാം, ഞാൻ ആ വീട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കാം, എല്ലാരും മൊബൈലിൽ കളിക്കുക, ആരും സംസാരിക്കാനില്ല. കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരെ ഗെയിം, ചെറിയ കുട്ടികൾ 4 ഉണ്ട്, 4 മൊബൈലുമായിട്ടിരിക്കുന്നു. ഉമ്മ അടുക്കളയിൽ, പടച്ചോന് 5, പാപ്പാടെ കയ്യിൽ 1 6. ഞാനിങ്ങനെ ഇരിക്കാം, ഞാനിപ്പിനി ആരോടാ സംസാരിക്കേണ്ടത്? ഒന്ന് ആലോചിക്കുക. പണ്ട് ഒരു ലാൻഡ് ഫോണുള്ള വീട് തെരഞ്ഞെടുക്കുമായിരുന്നു, ഒരു കോള് വിളിക്കാൻ. ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ സമയം വെച്ചേക്കും, ഇത്ര മണിക്ക് വിളിക്കും, ഞായറാഴ്ച ഇത്ര സമയം, കാത്തുപോയിരിക്കുമായിരുന്നു. ഇന്ന് എല്ലാത്തിൻ്റെ കയ്യിലുണ്ട്, ആർക്കും പരസ്പരം സംസാരിക്കാൻ പോലും സമയമില്ല. ഫോൺ എടുക്കും, പെണ്ണും പിള്ളയോട് തിന്നോടി, കുടിച്ചോടി, ഉറങ്ങിയോടി, മക്കളെങ്ങനെ ഉണ്ടടി എന്നാ വിളിച്ചിട്ട്, ആമിന നീ വല്ലതും കഴിച്ചോ? അത് യോജിക്കില്ല. എന്നിട്ട് അവിടെ വരും, ഉസ്താദേ യോജിപ്പിക്കണം. എന്ത് യോജിപ്പിക്കാനാ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ എന്താ പറഞ്ഞേ? എന്താ പിടിപെട്ടു പോയി? എന്താ പറഞ്ഞത്?
സ്വർഗത്തിൽ പോകണമെങ്കിൽ ആ കാക്കാമാര് വിചാരിച്ചിരിക്കുന്നത് ഞാൻ പോകും, നീ പോകും, നീ നരകത്തിൽ പോകും, നിന്റെ പെമ്മക്കളും നിന്റെ ഭാര്യയും മക്കളും കൂടെ ഭരിച്ച് നരകത്തിൽ കൊണ്ടിടും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നാളെ അള്ളാഹ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്ക്, മോനെ ഉറക്ക വഴി നിസ്കരിക്കാത്തവനെ തല്ലണം ബാപ്പ, ഇല്ലെങ്കിൽ ഇറക്കി വിട്ടേക്കണം, പൊക്കോ. നിസ്കരിക്കാത്തവൻ ഈ വീട്ടിൽ വേണ്ട. അല്ല പഠിച്ചോനെ നമ്മുടെ പാപ്പാമാര് കണ്ട അവരെ ഖബറുള്ള സ്വർഗ്ഗാക്കി കൊടുക്കുമാറാകട്ടെ. എത്ര നല്ല മനുഷ്യരെന്നറിയോ, അടിക്കുമായിരുന്നു, നിസ്കരിക്കടാന്ന് പറഞ്ഞ് തല്ലി നിസ്കരിപ്പിക്കുമായിരുന്നു. ഇന്ന് വാപ്പായ്ക്ക് തെല്ലാൻ പേടിയാ, കാരണം ഓൻ തിരിച്ചല്ലേ. സുബ്ഹാനല്ലാഹ്, മക്കളെ മാതാപിതാക്കളെ തല്ലുന്ന എനിക്ക് വലിയ സങ്കടമുണ്ട്. വയത് ലൈവായതുകൊണ്ട് ഞാൻ പറയണില്ല, ഇനി അത് കേട്ടാൽ അതിന് വിഷമമുണ്ടാവും. ആലോചിക്ക് എന്ത് സങ്കടമെന്നറിയോ. ദുആ വസിയത്തുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്. എന്താ ചെയ്യാ, മാതാപിതാക്കളെ തല്ലുന്ന മക്കൾ, ഒരു സഹോദരി, വളരെ പ്രയാസം. എന്താ ചെയ്യാ, അള്ളാഹു അതിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ ഫോൺ വിളിച്ചിട്ടേക്ക ഉസ്താദേ, ഞാൻ എത്ര പൊരുത്തം ചോദിച്ചിട്ട് എനിക്ക് പൊരുത്തം തരുന്നില്ല, ഞാൻ കാലി പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് എന്നിട്ട് എനിക്ക് പൊരുത്തം തരുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ പൊരുത്തം തരാത്ത? അപ്പൊ പറഞ്ഞത് എൻ്റെ വാപ്പയാ. അപ്പൊ ഞാൻ ചോദിച്ചു, നീ വാപ്പാടെ കാല് പിടിച്ചു വെച്ചിട്ടും വാപ്പ നിനക്ക് പൊരുത്തം തരുന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്ത്? വാപ്പ എന്നെ തല്ലിയപ്പോ ഞാൻ തിരിച്ചു തല്ലി. ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 30 വയസ്സുണ്ട്. പെൺകൊച്ച് അലിശിക്ക്. അള്ളാഹു പൊന്നുമുക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യൻ. അള്ളാഹു കുട്ടിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ആ വാപ്പായ്ക്ക് പൊരുത്തപ്പെടാനുള്ള മനസ്സ് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തും മറുപടി ആ സാധുവിനോട് ഞാൻ പറയാം. ഞാൻ ഫോൺ വെക്കാതെ എന്ത് മറുപടി പറയും? ആലോചിക്കും, മനുഷ്യൻ എവിടെ എത്തി എന്ന് നമ്മൾ ചിന്തിക്കും. എന്തുകൊണ്ട് വാപ്പാടെ മുന്നിൽ കൈപൊക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ആലോചിക്ക, നമ്മുടെ അത്താടമ്മയുടെ മുന്നിൽ കൈപൊക്കാൻ എങ്ങനെ പൊക്കും മനുഷ്യമ്മളൊക്കെ? അവരുടെ മുന്നില് ശബ്ദം, അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് നിങ്ങള് ശബ്ദമുയർത്തി സംസാരിക്കരുതെന്നാ പറഞ്ഞത്. മാതാപിതാക്കളുടെ മുന്നിൽ അടിക്കണതും ചീത്ത വിളിക്കണോ പോയിട്ട് ആ പാവങ്ങളെ കണ്ട കൈവെക്കാൻ തോന്നണമെങ്കിൽ അത് വല്ലാത്തതാണ്. എത്ര ദേഷ്യം വന്നാലും ഉമ്മാടെ മുന്നിൽ കൈവെക്കാനുള്ള ധൈര്യവും നമുക്കില്ല. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവരുടെയൊക്കെ കബറിടം ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വിലയൊന്നും അറിയില്ല നമുക്ക്. അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ ഉപ്പ ആരാ, ഉമ്മ ആരാ, പണ്ടൊക്കെ തല്ലുമ്പോ മനസ്സുകൊണ്ട് ഒരുപാട് അവരൊക്കെ നമ്മൾ വെറുത്തിട്ടുണ്ട്. പക്ഷേ ആ തല്ലൊക്കെയാണല്ലോ നമ്മളെ നന്നാക്കിയത്. അള്ളാഹുവരുടെ ഖബറിൽ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഉപ്പമാരോട് ഞാൻ പറയുന്നു, പാപ്പ മക്കളെ നന്നാക്കണം. മക്കൾ അഴിച്ചുവിടുന്നാൽ അവസാനം നാണക്കേടാ. അതുകൊണ്ട് പൊന്നു മക്കളെ ശ്രദ്ധയോടുകൂടി, പാവപാടെന്നറിയാത്ത ആരാ ഉള്ളേ? പാപ്പ ഹജ്ജ് പോലെയല്ല, നോമ്പ് പോലെയല്ല, 5 വഖത്ത് നിസ്കാരം മുസ്ലിമായ ഒരുത്തിന് നിർബന്ധമല്ലേ? എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നില്ല? മക്കളെ നിസ്കരിപ്പിക്കാൻ കഴിയാത്ത ഉപ്പ, നീ എന്ത് നന്മ ചെയ്താലും രക്ഷപ്പെടുമോ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് കഴിഞ്ഞിട്ടുള്ള സ്നേഹം മതി. നിർബന്ധമായി ഞാൻ പറയുന്നു, 2 കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്ത്. മക്കളുടെ നിസ്കാരത്തിന്റെ വിഷയം. 2, മക്കളുടെ മൊബൈൽ ഉപയോഗം. ക്ലാസ് കഴിഞ്ഞാൽ മൊബൈൽ തിരിച്ചു വാങ്ങുക, അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ വഴിപഴച്ചു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഓരോ മാതാപിതാക്കളും മക്കളോട് പറയണം, മോനെ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അള്ളാഹ് നിന്നെ ഇഷ്ടപ്പെടും. 1, അള്ളാഹു നിന്നെ സ്നേഹിക്കും. 2, നിന്റെ എല്ലാ കാര്യത്തിനും അള്ളാഹ് മതി, വേറെ ആരും വേണ്ട. എല്ലാ കാര്യത്തിനും അള്ളാഹു നിനക്ക് മതിയാകും. 3, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് നീ രക്ഷപ്പെടും. 4, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തെ കുറിച്ച് ടെൻഷൻ വേണ്ട, അള്ളാഹു നിനക്ക് ഉപജീവനം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 5, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സഹായം നിനക്ക് ലഭിക്കും. ഏതെങ്കിലും വഴിയിലൂടെ അള്ളാഹു നിന്നെ സഹായിക്കും. 5, 6ാമത്തെ കാര്യം, ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും.
6 വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. 7 ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 7 മതിയല്ലോ, നിർത്തിക്കൂടെ? ബാക്കി തള്ള പഠിച്ച പോലെ 7, 8 ഒരെണ്ണം കൂടെ പറയാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് 8ാമത്തെ കാര്യമെന്താ? വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് ലനുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ഖുറഫാ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ الذين صبروا وعلى ربهم يتوكلون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരു തവക്കൽതു അലല്ലാഹയുടെ പ്രതിഫലമാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ക്ഷമ കൈക്കൊള്ളുകയും തങ്ങളുടെ രക്ഷിതാവിൽ പരമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുകയാ, സ്വർഗ്ഗം തരാ. എടോ, നിന്റെ കാര്യങ്ങൾ മുഴുവനും എന്നെ പരമേൽപ്പിച്ചാൽ, നിന്റെ കാര്യങ്ങൾ പടച്ചവന് എന്നെ ഏൽപ്പിക്കാൻ നീ തയ്യാറായ നിനക്ക് സ്വർഗ്ഗം തരാമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഇതിനെക്കാലം എന്ത് പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളുടെ സർവ്വ കാര്യങ്ങളുണ്ടല്ലോ അല്ലാഹുവിനെ ഏൽപ്പിച്ചോ. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുന്ന പടച്ച റബ്ബിനെ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ തയ്യാറായാൽ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കിടന്ന് നിലവിളിക്കുന്ന ദിവസം, വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. യാ വൈലതാ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്ന ദിവസം, തലയിൽ മണ്ണ് വാരിയിടുന്ന ദിവസം, നിലവിളിക്കുന്ന ദിവസം, വിലപിക്കുന്ന ദിവസം, പരസ്പരം പഴിചാരുന്ന ദിവസം, പരസ്പരം തിരിഞ്ഞു നോക്കാത്ത ദിവസം, അല്ലാഹ് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? തവക്കൽതു അലല്ലാഹ്. ജീവിതത്തിൽ മുറുകെ പിടിക്ക്. അല്ലാഹുവേ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, വെള്ളിയാഴ്ച രാവാണ്, പടച്ചവനെ സ്വലാത്തുകൾ പറയേണ്ട രാവാണ്. മുത്തുനബിയുടെ റൗളയുമായി ഹൃദയത്തെ ബന്ധിപ്പിക്കേണ്ട രാവാ. മദ്ഹുകൾ പാരായണം ചെയ്യേണ്ട രാവാ. മുത്തുനബി സലാമടക്കേണ്ട രാവാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച രാവാണല്ലോ, ഒരു 10 സ്വലാത്ത് പറഞ്ഞിട്ട് നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ടവരോട് അൽഹംദുലില്ലാഹ്, പായിപ്പാട് പള്ളിയുടെ പണിക്ക് വേണ്ടി പടച്ചവനെ സദഖ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. എന്തിനാ സഹോദരങ്ങള്? പടച്ചവനെ മജ്‌ലിസ് ചെറുതാണ്, കേൾക്കാൻ ആള് കുറവാണ്, വലിയ ആഡംബരമൊന്നുമില്ല. എന്നിട്ടും പടച്ചവനെ ഇവിടെ കിടന്ന് പ്രസംഗിക്കുന്നത് വെറുതെയല്ല, മനസ്സിന് വല്ലാത്ത ഒരു സമാധാനമാ. പടച്ചവനെ ഇങ്ങനെ ഈ സദസ്സിൽ വന്നൊന്ന് ദുആ ചെയ്യാ ഭാഗ്യം കിട്ടുമല്ലോ. ഇരിക്കുന്ന
പടച്ചവന് ഉസ്താദിന്റെ കുഞ്ഞിന്റെ രോഗം മാറാ ദുആ ചെയ്യണം. സദക്ക നൽകിയിട്ട് ദുആ ചെയ്തു. കുഞ്ഞിന്റെ പ്രയാസം മാറി, സുഖപ്രസവം കെട്ടി, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞപ്പോ പറഞ്ഞു, ഉസ്താദേ നാളെ കുഞ്ഞിന്റെ തലയിൽ എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ട്, സ്കാനിങ്. ഈ സദസ്സിൽ വെച്ചാണ് ദുആ ചെയ്തത്. അല്ലാഹുവേ ഒരു കുഴപ്പവുമില്ല. ഇതൊക്കെ എവിടെ നിന്നാ സഹോദരാ? 10,000 ആമീൻ പറയാനില്ലല്ലോ. എന്നിട്ടും പടച്ചവനെ റബ്ബിതുപോലെയുള്ള പല കാര്യങ്ങളും നടത്തിയില്ലേ? ഗൾഫിലെ ജയിലിൽ കിടന്ന പലരും പടച്ചവനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിൽ വന്നില്ലേ? എത്രയോ ഇന്നലെ കൊല്ലം പടച്ചവനെ. ഈ അടുത്ത് ഇന്നലെ മെലഞ്ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഒരു സഹോദരി ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ മകള് പ്രസവിച്ചു, 2000 രൂപ ഈ പള്ളിക്ക് തന്നതാ സുഖപ്രസവത്തിന് വേണ്ടി. അല്ലാഹുവേ ആ കുഞ്ഞിനെ നീ സ്വാലിഹായ സന്താനമാക്കണേ അല്ലാ. ഒരുപാട് പേര് പടച്ചവനെ. പക്ഷേ ഇത് പറഞ്ഞു പോയാ പറയും ഇത് മാർക്കറ്റിംഗ് ആണ്, ഈ സദസ്സ് വലിയതാണ്, എല്ലാവരും ഇത് കേൾക്കണം, എന്നിട്ട് എന്തോ മഹത്വമുണ്ടെന്ന് പറയണം. വല്ലാഹി സത്യം അതിനു വേണ്ടിയല്ല. അതിന്റെ ആവശ്യം അല്ലാഹ് അനുഗ്രഹിച്ചിട്ട് നമുക്കില്ല. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് പേര് ഈ സദസ്സിലെ ദുആ കൊണ്ട് ചെയ്യുന്ന എന്റെയോ ആമീൻ പറയുന്ന നിങ്ങളുടെയോ കഴിവല്ല. അല്ലാഹു എന്തോ ഒരു ഖൈർ വെച്ചിട്ടുണ്ട്. അല്ലാഹ് എന്തോ ഒരു ഖൈർ ഈ മജ്ലിസിൽ തരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. പായിപ്പാട് പള്ളിയുടെ പണിക്ക് വേണ്ടി നിങ്ങൾ തന്നതാരും ഇവിടെ പുട്ടടിച്ചിട്ടില്ല. ഒരാളും അതെടുത്തുകൊണ്ട് വീടിന്റെ മതില് കെട്ടിയിട്ടില്ല. നിങ്ങൾ തന്നതുകൊണ്ട് പടച്ചവനെ അമാനത്തായി ഏൽപ്പിച്ചത് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ വാർപ്പിന്റെ സമയം അടുത്തു വരുന്നു. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പലതുള്ളി പെരുവെള്ളം നിങ്ങളും വിചാരിച്ചാൽ സ്വർഗത്തിലൊരു വീട് പണിയാ, സ്വർഗത്തിലൊരു വീട് പണിയാ. ഒരു ജാരിയായ സദക്കയിൽ പങ്കാളികളാകാ. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്തോ. വെള്ളിയാഴ്ച രാവാ ദുആ ചെയ്യാൻ പോകുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ തന്നവർക്ക് മുഴുവനും എന്റെ പ്രിയപ്പെട്ടവര് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഖത്തമോദിക്കൊണ്ടിരിക്കുകയാണ്. വാട്സപ്പിലൂടെ 355 ദിവസങ്ങളോളം കഴിഞ്ഞു. ഒരു ദിവസം പോലും മുടങ്ങാതെ മുത്തുനബിയുടെ ഹദീസ് പഠിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാര് അവർ ഖുർആൻ ഓതാൻ തുടങ്ങി. പടച്ചവനെ 4-ാം തീയതി ഒരു വർഷം തികയുമ്പോ ആ സദസ്സിൽ 100 കണക്കിന് ഖത്തങ്ങൾ വഴങ്ങിയിട്ട് ദുആ ചെയ്യാൻ ഒരുങ്ങുമ്പോ ആ മജ്ലിസിൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഈ പായിപ്പാട് പള്ളിക്ക് ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് സദഖ കൊടുത്തവരുണ്ടോ അവർക്ക് വേണ്ടി എന്ന് ഖത്തമോദിയിട്ട് ദുആയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യമാണ്. എല്ലാവർക്കും കൊടുക്കാൻ കഴിയൂല. കാരണം ഇത് പെണ്ണുങ്ങളെ കെട്ടിക്കാനല്ല, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനല്ല, അല്ലാഹു സുജൂദ് ചെയ്യാനാ. അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ, അല്ലാഹ് തിരഞ്ഞെടുക്കുന്നവർക്കേ കഴിയൂ. അല്ലാഹു ഹലാല് മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ. ഹറാമായ പണം അല്ലാഹുവിന് വേണ്ട. അതുകൊണ്ട് മനസ്സിൽ തോന്നുന്നു മുസ്ലിമേ, അല്ലാഹുവിന് കൊടുക്ക്, അല്ലാഹുവിന് കൊടുക്ക്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് 3 സ്വലാത്ത് സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد رب صل على. ഒരുപാട് പേര് നമ്മുടെ അൻസാരിയാണ് എന്നെ ദുആ ചെയ്യാൻ പറഞ്ഞത്, ആ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യാൻ. ഇന്ന് അൻസാരിയാണ് അത് പറയുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം. അല്ലാഹു ആ കുഞ്ഞിന് ശുഭ കൊടുക്കുമാറാകട്ടെ. പൂനൂര് സഹോദരി നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ അവരുടെ കണ്ണിന് എന്തോ ഒരു വേദനയുണ്ട്, ഉസ്താദെ മാറണം, ദുആ ചെയ്യണം. ഇന്നവർ പറഞ്ഞു അൽഹംദുലില്ലാഹ് മാറി ഉസ്താദെ. അല്ലാഹു ആ സഹോദരിക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അതാണ് മജ്ലിസ്. ആരുടെ ആമീനാണെന്നറിയില്ല.
ആരുടെ ആമീനാണെന്ന് അറിയില്ല. പടച്ചോന്നതാ ആരും അല്ലാഹ് ഇഷ്ടപ്പെട്ടവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അല്ലെങ്കിൽ നമ്മുടെ ഇഖ്ലാസ് നല്ലതായിരിക്കും, നമ്മുടെ നിയ്യത്ത് നല്ലത്. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ആരൊക്കെ നമുക്ക് സദഖ നൽകിയിട്ടുണ്ടോ അള്ളാഹു അവർക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.